ലോകം മൊത്തം മീഡിയകളിലൂടെയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നതും മീഡിയകളാണ്. The media is the most powerful entity on the earth. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മുതൽ എന്ന് പറയുന്നത് മീഡിയകളാണ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മുസ്ലിമീങ്ങളായ സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം ആളുകളെ തീവ്രവാദികളായി മുദ്രകുത്തുന്നതിൽ ചുക്കാൻ പിടിച്ചത് മീഡിയകളാണ്. അതാ പറഞ്ഞത്, the media is the most powerful entity on the earth. ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്വത്താണ് മീഡിയകൾ എന്ന് പറഞ്ഞാൽ. they have the power, അവരുടെ കഴിവ് to make the innocent guilty, നിരപരാധികളായ ആളുകളെ കുറ്റവാളികളാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു റിസ്കും ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന വാലിൽ ഏതെങ്കിലും ഒരു ഭാഗം കഷ്ണിച്ചെടുത്ത് എന്ത് ചെയ്യാം, നാളെ ഒരു ക്രിമിനലാക്കി മാറ്റി ചിത്രീകരിക്കാൻ നമ്മുടെ മീഡിയകൾക്ക് കഴിയും. മീഡിയകളുടെ പിന്നാലെയാണ് ആളുകൾ. മീഡിയകൾ നിയന്ത്രിക്കുന്നത് മിക്കവാറും ജൂതന്മാരാണ്. ഇസ്രായേലിൽ നിന്നുള്ള ജൂതന്മാർ, ഫാസിസ്റ്റ് ശക്തികൾ, ഇവരൊക്കെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളുടെ വിഷയം വരുമ്പോ ആളിക്കത്തുകയും എന്ന മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ വിഷയം വരുമ്പോ ആരും തൊടാതെ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. And to make the guilty innocent, നിരപരാധികളെ കുറ്റവാളികളും കുറ്റവാളികളെ നിരപരാധികളും ഒക്കെ ആക്കുന്നത് ഈ മീഡിയകളാണ്. അല്ലാതെ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ദുലേഖ ഉപയോഗിച്ചിട്ട് വെളുത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ? ഉണ്ടോ? അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു ഉപയോഗിച്ചിട്ട് താരൻ പോയ ആളുകളുണ്ടോ? അല്ലെങ്കിൽ പപ്പായയുടെ സോപ്പ് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിച്ച ആളുകളുണ്ടോ? അപ്പോ വലിയ ഭീമമായ തുകകൾ ചെലവഴിച്ച് അത് അഭിനയിക്കുന്ന നടന് ലക്ഷങ്ങൾ കൊടുക്കണം. അതിന്റെ സ്ക്രിപ്റ്റ്, അതിന് വേണ്ടുന്ന പദങ്ങളും അതിന്റെ മോട്ടോ ഇതൊക്കെ ഉപയോഗിക്കാൻ വേറെയും ലക്ഷങ്ങൾ. ഇനി അത് ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേറെയും ലക്ഷങ്ങൾ. കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നിങ്ങളുടെ സൗണ്ട് നന്നായിട്ട് കൂട്ടാൻ ഫുള്ള് കൂട്ടി, 2 മോണിറ്റർ രണ്ടും മൊത്തം കൂട്ടി വെക്കി. അപ്പോ ഇതിനു വേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ, ഇങ്ങനെ ലക്ഷങ്ങൾ ഒരുപാട് ചെലവഴിച്ചിട്ട് അവർക്ക് ഇതിലെന്ത് ലാഭം? നമ്മളെ പോലെയുള്ള വിഡ്ഢികളായ ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ. സത്യത്തിൽ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇതാണ് ചാനലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is power because they control the minds of the mass. ജനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മനുഷ്യന്റെ മനസ്സ് മീഡിയകളുടെ കൈകളിലാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ തലച്ചോറും നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നമ്മൾ പണയം വെച്ചിരിക്കുന്നത് ചാനലുകൾക്ക് മുമ്പിലാണ്. അതുകൊണ്ട് ചാനലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്വയം പഴിക്കുക. മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്താണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അപ്പൊ മീഡിയ അതിലെന്തൊക്കെ പെടുന്നു? ചിലപ്പോൾ വയസ്സന്മാർക്ക് ഇത് വിഷയം പിടിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾക്ക് എന്ത് ഫേസ്ബുക്ക് അല്ലേ, പാസ്ബുക്ക് തന്നെ നമ്മൾക്ക് അറിയില്ല. പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകളും ഇമെയിലും ജിമെയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം. പക്ഷേ ഇതൊക്കെ വളരെ ഭംഗിയായി ഇതിന്റെ ദൂഷ്യഫലങ്ങളും ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ പാർശ്വഫലങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷം മുമ്പേ നമ്മെ അറിയിച്ചു പോയതാണ്. ഒക്കെ എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് ഹദീസുകളിലും ഖുർആനുകളിലും അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ മീഡിയകളും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്ത്, ഈ വിഷയത്തിന്റെ അകക്കാമ്പിതാണ്. ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. ഇതിൽ നിന്നാണ് ഇത് വൈഡ് സ്പ്രെഡ് ആവുന്നത്, എല്ലാ മേഖലകളിലേക്കും സ്പ്രെഡ് ആവുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഒരു ആയത്ത് കാണാതെ പോവരുത്.
അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഖാറൂനിനെ കുറിച്ച് പറയുന്ന രംഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നമ്മൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആഖിറത്തിലെ ജീവിതത്തിലെ വിജയമാണ്. അല്ലാഹു എന്ത് നൽകിയാലും, ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും സമ്പത്തും എല്ലാം അല്ലാഹു നമ്മൾക്ക് നൽകിയാൽ നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ആഖിറത്തിൽ എങ്ങനെ വിജയിക്കാമെന്നാണ്. ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിൽ ലഭിച്ചാൽ, ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചാൽ, ഒരു വാഹനം നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചാൽ, ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മൾ പടുത്തുയർത്തിയാൽ, നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എങ്ങനെ നാളെ മഹ്ശറയിൽ വിജയിക്കാമെന്നാണ്. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വബ്തഗി, നിങ്ങൾ ആഗ്രഹിക്കണേ, നിങ്ങൾ കൊതിക്കണേ, ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നിങ്ങൾ കൊതിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, ആഖിറത്തിൽ എങ്ങനെ വിജയിക്കുമെന്നാണ്. ഏത് വിഷയമാണെങ്കിലും അത് തന്നെയാണ്. ഒരു ബൈക്ക് വാങ്ങി, ഇതുകൊണ്ട് ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒരു വണ്ടി വാങ്ങി, കാറ് വാങ്ങി, ഇതുകൊണ്ട് നാളെ ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണല്ലോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ചാണല്ലോ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സ, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഏത് വിഷയമാണെങ്കിലും ഇതുകൊണ്ട് എനിക്ക് ഖബറിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇതുകൊണ്ട് നാളെ മഹ്ശറയിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇതാരാലോചിക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവനോ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്ത് ലഭിച്ചാലും, ഏതൊരു വിഷയം വന്നാലും നാളെ മഹ്ശറ ലോകത്ത് എങ്ങനെ വിജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇവിടെ ഷോർട്ട് ടൈം പീരീഡ് ആണ്, ഇത് ചെറിയ ഒരു കാലമാണ്. ഇവിടെ ഒന്നും ഒരു യാത്രക്കാരനാണ്. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരേ ഖബർ ഹേ. ഓ ദുനിയാവിലെ യാത്രക്കാരാ, നീ പോകേണ്ടത് ഖബറിലേക്കാണ്, നിന്റെ വീട് ഖബറിലാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച ആ ദിവസം മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. യാത്രയുടെ ഡെസ്റ്റിനേഷൻ ഏതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്? ആ ലക്ഷ്യസ്ഥാനമാണ് ഖബർ എന്നുള്ളത്. നമ്മൾ ദുബായിലേക്ക് പോകുമ്പോ 3000 കിലോമീറ്റർ താണ്ടണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ ദുബായ് ആണ്. സൗദി ആണെങ്കിൽ സൗദിയാണ്. ഈ യാത്രക്ക് അവിടെ എത്തിയ യാത്ര കഴിഞ്ഞു. പക്ഷേ നമ്മുടെ യാത്ര, ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഖബറാണ്. നമ്മളൊക്കെ യാത്രക്കാരാണ്. ആ യാത്രയിലേക്കുള്ള ഓരോ കിലോമീറ്ററുകളാണ് നമ്മുടെ പകലുകളും നമ്മുടെ രാത്രികളും. നമ്മൾ മനസ്സിലാക്കണം, ഖബറിലേക്കുള്ള യാത്രയുടെ കിലോമീറ്ററുകളാണ് നമ്മുടെ രാത്രിയും നമ്മുടെ പകലുകളും ഒക്കെ. ഒരു രാത്രി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, ഖബറിലേക്കുള്ള കിലോമീറ്റർ അടുത്തു എന്നാണ്. മംഗലാപുരം പോവുകയാണ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ കുമ്പളയിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, മാഷാ അല്ലാഹ് കുമ്പളെത്തിയല്ലോ, ഇനി അല്പമല്ലേയുള്ളൂ. അതുപോലെയാണ് ഓരോ മനുഷ്യന്റെ ഓരോ ദിവസങ്ങളും. ഇന്ന് രാത്രി കഴിയുന്നതോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, ഖബറിലേക്കുള്ള ഒരു വഴി, ഒരു ദിവസം അടുത്തുപോയല്ലോ, ഖബറിലേക്കുള്ള ഒരു കിലോമീറ്റർ അടുത്തുപോയല്ലോ എന്ന് ആലോചിക്കുകയാണ് നമ്മൾ വേണ്ടതെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വൽ ആജിസു, വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ?
വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ? മന്നത്ബഅ നഫ്സഹു ഹവാഹ, സ്വന്തം ശരീരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുന്നവനാണ് വിഡ്ഢി എന്ന് പറഞ്ഞാൽ. ശരീരം പറയുന്നത് കേൾക്കുന്നവൻ വിഡ്ഢിയാണ്. വതമന്നാ അലല്ലാഹിൽ അമാനി, എന്നിട്ടവൻ പ്രതീക്ഷിക്കുക അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന്. എന്നിട്ടവൻ കൊതിക്കുക നാളെ സ്വർഗീയ ലോകത്ത് ഞാൻ വിജയിക്കുമെന്ന്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വിലപ്പെട്ട സമയങ്ങളൊക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനോ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താനോ നാളെ ഖബറിലേക്ക് വേണ്ടി സമയം കണ്ടെത്താനോ നമ്മൾ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് വിഡ്ഢി. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക് നീ. നമ്മുടെ വീടിന്റെ മലർവാടിയുള്ള മനോഹരമായ പുഷ്പമൊന്ന് തൊട്ടുനോക്കി, ആ പുഷ്പമേ എന്തോ ഒരു സൗന്ദര്യമാണ് നിനക്ക് എന്ന് പറഞ്ഞ ആളുകളെല്ലാം കടന്നു വന്ന് ഒന്ന് മണപ്പിക്കുകയും ഒന്ന് തൊട്ടുനോക്കുകയും ഒന്ന് ചുംബിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ 2 ദിവസം കഴിഞ്ഞു അതേ മലർവാടിയിലേക്ക്, അതേ പൂന്തോട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ ആ ഒരു പുഷ്പത്തിന്റെ മണം, ആ ഒരു മണം ആസ്വദിക്കാൻ വേണ്ടി കടന്നു വന്നാൽ ആ പുഷ്പം അവിടെ ഉണ്ടാവില്ല. അത് താഴെ കരിഞ്ഞു വീണു പോയിരിക്കുകയാണ്. വീണപൂവിൽ കുമാരനാശാൻ നൽകുന്നത് വളരെ മഹത്തായ ആശയമാണ്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക് നീ. എത്ര മനോഹരമായിട്ടാണ് നീ അവിടെ പ്രശോഭിച്ചു നിന്നിരുന്നത്. എത്ര ആളുകളാണ് നിന്നെ കാണാൻ വന്നത്, എത്ര ആളുകളാണ് നിന്നെ തൊട്ട് മണത്തു നോക്കിയത്. എന്തോ ഒരു സൗന്ദര്യമായിരുന്നു. എത്ര ആളുകളാണ് നിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തത്. പക്ഷേ 2 ദിവസമാകുമ്പോഴേക്കും വാടിക്കരിഞ്ഞു നിലത്തു വീണു. പിന്നെ ആർക്കും ആ പുഷ്പത്തെ ആവശ്യമില്ലല്ലോ. ആഹ് ക്യാ യേ റിയാസേ ദഹ്ർ മേ ഹം ക്യാ ഗയാ. ഈ ദുനിയാവെന്ന പൂന്തോട്ടത്തിൽ നമ്മുടെ കഥകളും അത്ര തന്നെയാണ്. ഈ ദുനിയാവ് ഒരു പൂങ്കാവനമാണ്, ഇതൊരു പൂന്തോട്ടമാണ്. അവിടുത്തെ പുഷ്പങ്ങളാണ് നമ്മളൊക്കെ. ആ പുഷ്പം കരിഞ്ഞു പോയതുപോലെ നമ്മളും നാളെ കരിഞ്ഞു പോവേണ്ടവരാണ്. അത് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വബ്തഗി, നിങ്ങൾ ആഗ്രഹിക്കണേ, ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നിങ്ങൾ കൊതിക്കേണ്ടത് അദ്ദാറൽ ആഖിറ, അന്തിമ വിജയമാണ്. എങ്ങനെ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്, എങ്ങനെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല, മറക്കാൻ പാടില്ല. ഒരു iPhone 6 വാങ്ങി, അൽഹംദുലില്ലാഹ്. അതുവേണ്ടി അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യാൻ ഉപയോഗിക്കണം. ഒരു വണ്ടി വാങ്ങി, ഒരു കാറ് വാങ്ങി, ഒരു ബൈക്ക് വാങ്ങി, സിനിമ കാണാൻ വേണ്ടിയല്ല ആ ബൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും കലാലയങ്ങളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ വായ നോക്കാൻ പോവാനല്ല നമ്മുടെ ബൈക്കുകളും നമ്മുടെ വാഹനങ്ങളും ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സുകൾ ഉണ്ടാകുമ്പോ, പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ, കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല. വണ്ടി വാങ്ങാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളില്ലേ? എത്ര ആളുകളാണ് ബസ്സിൽ പോകുന്നത്? ബൈക്ക് വാങ്ങാൻ കഴിയാത്ത ആളുകളില്ലേ? അവർക്കും അവരുടെ മനസ്സിൽ പൂതിയുണ്ട്, എനിക്കൊരു ബൈക്ക് വാങ്ങണം, എനിക്കൊരു കാർ വാങ്ങണം, എനിക്കൊരു വാഹനം വാങ്ങണം. പക്ഷേ അല്ലാഹു ആ ഒരു അനുഗ്രഹം അയാൾക്ക് കൊടുക്കാതെ നമ്മൾക്ക് നൽകിയത് നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ യുഅതിൽ ഇൽമ ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് കണ്ടാൽ അയാളോട് സ്നേഹമുള്ളത് കൊണ്ട് നൽകിയതാണെന്ന് തെറ്റിദ്ധരിക്കല്ല. അല്ലാഹു മുതൽ നൽകുന്നത് കാണുമ്പോ അല്ലാഹുവിന് അയാളോട് ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആല യുഅതിൽ മാല, സമ്പത്ത് നൽകും. ആർക്കൊക്കെ? ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്കും അല്ലാഹു സമ്പത്ത് നൽകും. അല്ലേ? നമ്മുടെ നാടിന്റെ മുതലാളിമാരെ നോക്കിയേ,
ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മുതലാളിമാര്, ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ, അവർക്ക് മുസ്ലിമീങ്ങളാണോ? ഇന്ന് വരെ അള്ളാഹുവിനൊരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾക്കല്ലേ അള്ളാഹു ഒരുപാട് മുതൽ നൽകിയത്. അതുകൊണ്ട് മുതൽ കാണുമ്പോ അള്ളാഹു അയാൾ അനുഗ്രഹിച്ചു എന്ന് തോന്നണ്ട, വണ്ടിയുടെ വലുപ്പം കാണുമ്പോ. അതുപോലെ നമ്മുടെ ബൈക്കുകളോ, ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധി കണ്ടിട്ട് ഒരാളും തെറ്റിദ്ധരിക്കല്ല. അള്ളാഹു അയാൾക്ക് സാമ്പത്തിക ശേഷി നൽകിയത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന്. അങ്ങനെയല്ല, അള്ളാഹു രണ്ടു പേർക്കും സമ്പത്ത് നൽകും. പക്ഷേ അള്ളാഹു ദീന് നൽകുന്നത് ലിമൻ അഹബ്ബ, അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അള്ളാഹു ദീന് നൽകുകയുള്ളൂ. ദീനിയായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ? അയാൾ അള്ളാഹു ഇഷ്ടമാണ്. അള്ളാഹു ഒരാളെ ദീനിയായിട്ടൊരാളെ കാണുന്നുണ്ടോ? അയാൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അയാൾ അള്ളാഹു ആലിമീങ്ങളാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ആലിമീങ്ങളാക്കും, അള്ളാഹു ഫുഖഹാക്കളാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ട് സമ്പത്ത്, വീടിന്റെ വലുപ്പം, ഇതൊന്നും കണ്ടിട്ട് ഒരാൾ അളക്കണ്ട. അതല്ല, ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും. പക്ഷെ ദീനിയായി ജീവിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടോ? വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നമ്മൾക്കത് നിലനിർത്തിമാറാവട്ടെ. അല്ലാഹു തആല പറയുകയാണ്, വലാ തൻസ നസീബക മിനദ് ദുനിയാ. അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന്? അല്ല. അല്ലാഹു പറയാണ്, വആഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ൽ അൻ യഅതിയ അഹദകുമുൽ മൗത്ത് فيقول رب لولا أخرتني إلى أجل قريب فأتصدق وأكن من الصالحين. എൻ്റെ എല്ലാ സഹോദര സഹോദരിമാരോടും പറയാനുള്ളത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏതൊരു കാര്യമാണെങ്കിലും അല്ലാഹു നൽകിയതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പൊ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോപ്പിലിരിക്കുന്നതോ ശരിയാ? നീ ഷോപ്പിലിരുന്നത് കൊണ്ട് കച്ചവടം ഉണ്ടാവോ? ഇല്ല, അത് അല്ലാഹു തരണം. അപ്പൊ ഞാൻ ഗൾഫിലേക്ക് യാത്ര പോകുന്നതോ, നീ ഗൾഫിലേക്ക് പോയത് കൊണ്ട് പൈസ ഉണ്ടാവോ? എത്ര ആളുകൾ ഷോപ്പിലിരിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു മാസം കൊണ്ട് ഷോപ്പ് പൂട്ടുന്നുണ്ട്. എത്ര ആളുകൾ ഗൾഫിൽ പോയി ഒരു ജോലിയില്ലാതെ തിരിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത്. ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. ഞാൻ നിങ്ങൾക്ക്, അതാണ് അല്ലാഹു ഉപയോഗിച്ച പദം, ഞാൻ നിങ്ങൾക്ക് നൽകി, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. കാറൂൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് കാറൂനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ പറഞ്ഞ നമ്മളെയും വിഴുങ്ങും. ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തന്നതാണ്. അല്ലാഹു നൽകിയ ഔദാര്യങ്ങളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, കേൾക്കണേ, അല്ലാഹു പറയുന്ന വാക്കുകൾക്ക് കാതോർക്കണേ. വഅഹ്സിൻ, ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് നന്ദി ചെയ്തതുപോലെ, അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നന്മ ചെയ്യണേ. നമുക്ക് നാമേ പണിനതുനാകം സ്വർഗവും അതുപോലെ നമ്മൾക്ക് നരകവും നമ്മൾക്ക് സ്വർഗവും ഉണ്ടാക്കുന്നത് നമ്മളാണ്. നമ്മൾ നരകത്തിൽ പോയാൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മൾ സ്വർഗത്തിൽ പോയാൽ അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്, അല്ലാഹു അല്ല. وما ظلمناهم ولكن كانوا أنفسهم يظلمون. ഞാൻ ഒരാളെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ല. ശിക്ഷ അവരെ ചോദിച്ചു വാങ്ങിയതാണ്. അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നന്മ ചെയ്യാനും ഞാൻ ഭൂമിയിൽ അവസരം നൽകിയിട്ട് ബോധമില്ലാതെ നടന്നതുകൊണ്ട് അവർ തന്നെ നരകത്തെ ചോദിച്ചു വാങ്ങിയതല്ലേ. അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മാ തദക്കർ. അല്ലാഹു നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ? അവലം നുഅമ്മിരുകും,
നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ? എന്തിനുള്ള ആയുസ്? ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ, പഠിക്കേണ്ടവർക്ക് പഠിക്കാനുള്ള ആയുസ് ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? എന്തേ നന്നാവാത്തത്? എന്തേ നിങ്ങൾ നന്നാവാത്തത്? നാളെ മഹ്ശറ വൻസഭയിൽ നരകത്തിൽ കിടന്നുകൊണ്ട് യാ മാലികു ലിയഖ്ളി അലൈനാ, ഒരുപാട് കാലക്കാലം നരകത്തിൽ കിടന്ന് ശരീരമാകെ വെന്തുരുകുമ്പോഴാണ് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, യാ മാലിക്, ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഒന്ന് രക്ഷപ്പെടുത്തുമോ? കുടിക്കാൻ വെള്ളം തരുമോ? ഞങ്ങളുടെ ശരീരമാകെ ദ്രവിച്ചു പോയിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തവും ചലവും ഒഴുകുന്നുണ്ട്, ശരീരമാകം വെന്തു പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. യാ മാലികു ലിയഖ്ളി അലൈനാ, ഒന്ന് റബ്ബിനോട് പറയണേ, ഒന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒന്ന് വെള്ളം തരാൻ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം നൽകാൻ കഴിയില്ല. ഖദ് സാല മിന്നൽ ഹദീദ്, സ്വദീദ്, ഞങ്ങളിൽ നിന്ന് ചലമിതാ ഒഴുകുകയാണ്. ഖദ് നളിജ മിന്നൽ ജുലൂദ്, ഞങ്ങളുടെ തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ്, തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് ചീഞ്ചലം ഒഴുകുന്നുണ്ട്, ദാഹിച്ചിരിക്കാൻ വയ്യ. അതുകൊണ്ട് റബ്ബിനോടൊന്ന് പറയണേ, അല്ലാഹുവിനോടൊന്ന് പറയണേ, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന് മാലിക് അലൈഹിസ്സലാമിനോട് നരകവാസികൾ ചോദിക്കുമ്പോഴാണ് മാലിക് അലൈഹിസ്സലാം പറയുന്നത്, ഇഖ്സഉ ഫീഹാ, ഒരു വാക്ക് മിണ്ടരുത്, ഒരു വാക്ക് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കണം. ഇതെപ്പം മറുപടി വരുന്നറിയോ? ചോദിച്ചിട്ട് 1000 വർഷക്കാലം കഴിഞ്ഞിട്ടാ മറുപടി പറയും. ഈ മോണിറ്റർ ഇങ്ങനെ ആക്കിയ ഉപകാരവും. 1000 വർഷം കഴിഞ്ഞിട്ടാണ് മാലിക് മറുപടി പറയാ. മാലിക് അലൈഹിസ്സലാമിനോട് നരകത്തിൽ നിന്ന് കരഞ്ഞ് നരകവാസികൾ ചോദിക്കും, പ്ലീസ് ഒന്ന് സഹായിക്കോ. 1000 വർഷം കഴിയുമ്പോ മറുപടി പറയും. എന്തെന്നറിയ മറുപടി? മിണ്ടാതെ അവിടെ ഇരുന്നു. നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ദുനിയാവിൽ സമയം തന്നിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കളിച്ചു നടന്നു, എന്നിട്ട് ഇവിടെ നിന്നിട്ട് കരയാണല്ലേ? പിന്നെ അവരൊരു വാക്ക് മുണ്ടൂല, പിന്നെ ഇങ്ങനെ ഗർജിക്കാൻ, ഇങ്ങനെ കരയാൻ, വെപ്രാളത്തോടെ ഇങ്ങനെ നമ്മളൊക്കെ കരയുന്നത് പോലെ അനന്തമായി കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു നമ്മൾക്ക് നന്മ നൽകിയതുപോലെ, അള്ളാഹു നമ്മൾക്ക് സൗകര്യം നൽകിയതുപോലെ അള്ളാഹുവിന് നിങ്ങളും നന്മ ചെയ്യണേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, അത് നമ്മുടെ സ്വർഗമാണ്, അത് തന്നെ നമ്മുടെ നരകവുമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നരകമാണ്, നമ്മുടെ സ്വർഗമാണ്. അതെങ്ങനെയാണ് മാതാപിതാക്കൾ നരകവും സ്വർഗവുമാകുന്നത്? മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ മാതാപിതാക്കൾ കാരണം നമ്മൾ നരകത്തിലേക്കാ പോവുക. മാതാപിതാക്കൾ അവർക്കിഷ്ടമില്ലാതെ തൃപ്തിയില്ലാതെ ഒരു മകൻ മരിച്ചുപോയി എങ്കിൽ നരകത്തിലേക്ക്, ഡയറക്റ്റ് നരകത്തിലേക്ക്. ഉമ്മമാരെ വെറുപ്പിക്കുന്ന ആളുകൾ, ഉമ്മമാരോട് എതിർ സംസാരിക്കുന്ന ആളുകൾ, ഉമ്മമാർക്കെതിരെ ശബ്ദിക്കുകയും ഉമ്മമാർക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കുകയും ഉമ്മമാരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, നാളെ ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളും അങ്ങനെ തന്നെയാണ്, നമ്മുടെ വാട്സപ്പും നമ്മുടെ ഫേസ്ബുക്കും അങ്ങനെയാണ്. സ്വർഗം വാങ്ങേണ്ടവർക്ക് സ്വർഗം വാങ്ങാം, നരകം വാങ്ങേണ്ടവർക്ക് നരകം വാങ്ങാം. പക്ഷെ എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക, എങ്ങനെയാണ് നരകം ലഭിക്കുക? അതാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. വാട്സപ്പ് കൊണ്ട് എങ്ങനെ സ്വർഗം ലഭിക്കും, വാട്സപ്പ് കൊണ്ട് എങ്ങനെ നരകം ലഭിക്കും എന്നതാണ്. ഫേസ്ബുക്ക് കൊണ്ട് ഒരാൾക്ക് എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാം, ഫേസ്ബുക്ക് കൊണ്ട് തന്നെ ഒരാൾക്ക് എങ്ങനെ നരകം കരസ്ഥമാക്കാം, ആ ഒരു വിഷയമാണ് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ TV എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ, അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എങ്ങനെ നമ്മൾക്ക് കടന്നു പോകാൻ പറ്റുമെന്നും എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്നും ആലോചിക്കാനാണ് നമ്മുടെ ഈ സദസ്സുകൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടെ കാതേർക്കണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല പറയുകയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നന്മ ചെയ്തതുപോലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങാനും ഒരു വണ്ടി വാങ്ങാനും ഒരു TV വാങ്ങാനും നിങ്ങൾക്ക് അള്ളാഹു കഴിവ് നൽകിയതുപോലെ തിരിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യണേ, അള്ളാഹുവിനും നന്മ ചെയ്യണേ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ.
അങ്ങോട്ട് നന്മ ചെയ്യുക, ഇങ്ങോട്ട് നന്മ ചെയ്തതിന് പകരമായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപകടം പിടിച്ച ഒരു വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആലോചിക്കണേ. ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട്, പ്രത്യേകിച്ച് കാസർഗോട്ടിലെ എല്ലാ ആളുകളോടും പറയാനുള്ളത്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കാസർഗോട്ടിലുള്ള ആളുകൾക്ക് അല്പം റിയാ കൂടുതലുണ്ടോ എന്ന്. നോട്ടീസിൽ പേര് വന്നില്ലേ? ആരാണ് നോട്ടീസ് ഉണ്ടാക്കിയത്? അവർക്ക് വിളിച്ച് തെറി പറ. എന്റെ പേര് നോട്ടീസിൽ കൊടുത്തില്ലല്ലോ. എത്ര തവണയാണ് വലിയ വലിയ ആലിമീങ്ങൾ വരെ ഇങ്ങനെ ചെയ്യുമ്പോ വേദന തോന്നുകയാണ്. സ്വാഗതം പറയുമ്പോ എന്റെ പേരൊന്ന് വിട്ടുപോയാൽ പിറ്റേ ദിവസം ഉസ്താദിനോട് തെറി പറയാ, ഉസ്താദിനോട് ദേഷ്യപ്പെടുക, ഉസ്താദിനെ പുറത്താക്കുക, ഉസ്താദിനെ പിരിച്ചുവിടുക. എന്ത് സംസ്കാരമാണിത്? എന്ത് സംസ്കാരമാണിത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പോലും രഹസ്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമ്മൾ ആളുകൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നന്മ ചെയ്യുന്നത്? ഒരു സമ്പത്ത് നൽകിയാൽ, ഒരു സംഭാവന നൽകിയാൽ നോട്ടീസിൽ പേര് വേണം. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഇപ്പൊ പിലാങ്കട്ടയിൽ നടക്കുന്ന മഹാനായ സഈദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന ഇങ്ങനൊരു പ്രൗഢമായ പരിപാടി ഇവിടെ ശ്രമിക്കുമ്പോ നാളെ ഉത്തരദേശത്തിൽ കൊടുക്കുമ്പോ നാട്ടുകാരൊക്കെ ഉത്തരദേശം വായിക്കും, എന്റെ പേരില്ലല്ലോ. ഉടനെ തന്നെ ആരാണ് നൽകിയത് അയാൾക്ക് വിളിക്കുക, എന്തേ എന്റെ പേര് കൊടുക്കാത്തത്? എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? എന്ത് മോശത്തരാണത്! ഇങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തൂല. അണുമണി തൂക്കം. റിയാ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. റിയാ എന്ന് പറഞ്ഞ ശിർക്കാണ്. ആളുകൾക്ക് കാണാനും ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ശിർക്ക് ചെയ്തതിന് തുല്യമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അശ്ശിർക്കുൽ ഖഫി എന്നാണ് റിയാഇനെ വിളിച്ചത്. ശിർക്കിന്റെ മൂർത്തിഭാവം അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ആരാധിക്കുക. ശിർക്കിന്റെ ചെറിയ ഭാവം ആളുകൾ കാണാൻ വേണ്ടി നന്മ ചെയ്യാം. സ്റ്റേജിലിരിക്കുക, നോട്ടീസിൽ പേര് വരണമെന്ന് കൊതിക്കുക, വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക. എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടങ്ങനെ, എത്രയെത്ര സ്ഥാപനങ്ങളുണ്ടങ്ങനെ. കമ്മിറ്റി ഭാരവാഹികളായ ആളുകളുടെ പേരെങ്ങാനും നോട്ടീസിലോ ഉത്തരദേശത്തിലോ കാരവല്ലോ വന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആലിമീങ്ങളെ അറിയാം, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ അറിയാം. എന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളാണത്. ഫോട്ടോ വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്? പേര് വരാനാണോ നമ്മൾ അധ്വാനിക്കുന്നത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, മഹ്ശറാവൻ സഭയിലേക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോ അല്ലാഹു നാളെ ആദ്യമായി വിചാരണ നടത്തുന്ന മൂന്നാളുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞുവല്ലോ, ലാ തസൂലു ഖദമ ഇബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഓ മനുഷ്യന്മാരെ, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല, നിന്റെ കാൽപാദങ്ങൾ അനക്കാൻ ഞാൻ അനുവദിക്കൂല. ഹത്താ യുസ്അല അൻ അർബഇ ഖിസാൽ, 5 കാര്യത്തിന് കൃത്യമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങൾക്ക് അനക്കാൻ പറ്റുമെന്ന് കരുതേണ്ട. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എന്താണ് ചോദിക്കുന്നത്? അന ഇൽമിഹി, നിങ്ങൾ പഠിച്ച ഇൽമുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇൽമു എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പോയി പഠിക്കുന്ന ഇൽമു മാത്രമാണെന്ന് കരുതിയോ? ദർസിൽ പോയി പഠിക്കുന്ന ഇൽമു മാത്രമാണെന്ന് കരുതിയോ? ഏതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന ആ ഇൽമു മാത്രമാണെന്ന് കരുതിയോ? അല്ല. ഇൽമു എന്ന് പറഞ്ഞാൽ വാലിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇൽമാണ്. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താണ് ആ ഇൽമു കൊണ്ട് നമ്മൾക്ക് നേട്ടമുള്ളത്? സോഷ്യൽ മീഡിയയിലൂടെ വാലിന്റെ ഓഡിയോകൾ ഷെയർ ചെയ്തില്ലെങ്കിൽ, ഫേസ്ബുക്കിലൂടെ ഇതിന്റെ സന്ദേശം നമ്മൾ കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഇൽമു പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം? അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി മിൻ ബഅദി മൗതിഹി. ഒരാൾ ലോകത്തോട് വിട പറഞ്ഞാൽ, ഒരാൾ അന്ത്യവിശ്രമം കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ ഖബറിലേക്ക് കടന്നു വരുന്ന ഇൽമൻ, അയാളുടെ ഖബറിലേക്ക് കടന്നു വരുന്ന അമലുണ്ടല്ലോ, അത് ഇൽമൻ അല്ലമഹു വനശറ, അവൻ പഠിപ്പിച്ച ഇൽമാണ്. അവൻ പഠിക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഇൽമുകൾ നാളെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇൽമു പഠിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ ഇൽമാണ്.
ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ അമല് എന്താണ്? ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അമല്, നാട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഇൽമ്, അതാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ വാട്സപ്പ് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഫേസ്ബുക്ക് ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വാട്സപ്പ് വഴി ഇൽമ് പ്രചരിപ്പിക്കുക, ഫേസ്ബുക്ക് വഴി ഇൽമ് പ്രചരിപ്പിക്കുക. നാളെ നമ്മൾ മരിച്ചു, ഖബറിലെത്തി, നമ്മുടെ വാട്സപ്പിൽ അയച്ച വീഡിയോകൾ, ഓഡിയോകൾ, ഇമേജുകൾ, ടെക്സ്റ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളുടെ മൊബൈലിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അയച്ചത് അത് കുറെ ആളുകൾ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നീ മരിച്ചു, നിന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മരണം വരെ. സോഷ്യൽ മീഡിയകളിൽ നിന്ന് അതെടുത്ത് കളയപ്പെടൂല. അതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് ഇൽമ്. നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള നേട്ടം ഇതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി. ഒരു മുഅ്മിനായ ഒരു സഹോദരന്റെ ഖബറിലേക്ക് വരുന്ന നന്മകൾ ഏതൊക്കെയെന്നറിയോ? വഹസനാതിഹി. അവന്റെ നന്മകൾ ഖബറിലേക്ക് വരുന്നത് ബഅദ മൗതിഹി. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന നന്മകൾ ഏതൊക്കെ? ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. പള്ളി നിർമ്മിക്കുകയാണ്, പള്ളിയുടെ ഭവനത്തിന്റെ പള്ളിയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ എന്റെ വക 1000 രൂപ ഇരിക്കട്ടെ, എന്റെ വക 1000 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ 1000 രൂപ പള്ളിക്ക് കൊടുക്കാൻ തയ്യാറായാൽ, ആ ഖബറിൽ നമ്മൾ നാളെ മരിച്ചുപോയാൽ എത്ര കാലമാണോ പിലാങ്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ഇവിടെ നിലനിൽക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ നിസ്കരിക്കുന്നത്, എത്ര ആളുകളാണോ അവിടെ ഖുർആൻ ഓതുന്നത്, എത്ര ആളുകളാണോ അവിടെ വഅദ് പറയുന്നത്, എത്ര ആളുകളാണോ അവിടെ ഇഅ്തികാഫിരിക്കുന്നത്, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10-ൽ 100 കണക്കിന് ആളുകൾ ഈ പള്ളിയിൽ വന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, എന്റെ പൊന്നു സഹോദര, നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള നന്മയാണതൊക്കെ, നമ്മുടെ ഖബറിലേക്ക് വരാനുള്ള മുതൽക്കൂട്ടാണതൊക്കെ. ഖിയാമത്ത് നാൾ വരെ ഈ പള്ളി നിലനിന്നാൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 1000 രൂപ ഞാൻ ഏറ്റെടുക്കാണ് ഈ പള്ളിക്ക്. അങ്ങനെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള ആളൊന്ന് കൈപ്പൊക്കെ. നാളെ ഖബറിലേക്ക് നന്മയായി വരാൻ വേണ്ടി 1000 രൂപ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപ്പൊക്കെ. അൽഹംദുലില്ലാഹ്. 1 ആള്, 2 ആള്, 3 ആള്, 4 ആള്. വേഗം വേഗം 1000 രൂപ, ചെറിയൊരു തുക. 5 ആള്. അൽഹംദുലില്ലാഹ്. 6. മാഷാ അല്ലാഹ്. ഉണ്ടോ? വേഗം ഒരു 100 ആളെങ്കിലും വേണം. 7 ആള്. അൽഹംദുലില്ലാഹ്. 8, 9. ചെറിയ തുക ഞാൻ പറഞ്ഞു. 1000 രൂപ ചെറിയൊരു തുക ഞാൻ പറഞ്ഞു. വലിയൊരു തുക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 1000 കൊടുക്കാൻ പറ്റാത്ത ആളുകളൊന്നും നമ്മുടെ ബദിയെടുക്കയുടെ ചുറ്റുഭാഗത്തില്ല. കാരണം ഞാൻ ബദിയെടുക്കാരനാണ്. പുറത്തു വന്ന ആളുകൾക്ക് സംശയമുണ്ട്. മാഷാ അല്ലാഹ്. 9 ആള്. ഇതൊന്നും ഇത് നിങ്ങൾ കൈപ്പൊക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് അമല് പോവോ. ഇത് അമല് പോവാനുള്ള കൈപ്പൊക്കലല്ല, അമല് കൂടാനുള്ള കൈപ്പൊക്കലാണ്. നിങ്ങളിൽ നിന്നുള്ള ഒരാൾ കൈപ്പൊക്കുമ്പോ ബാക്കിയുള്ള ആൾ കാണും, അയാൾ കൈപ്പൊക്കിയല്ലോ എനിക്കും കൊടുക്കണല്ലോ, അതിനുള്ള കൈപ്പൊക്കലാണിത്. ഇത് റിയാഇന്റെ കൈപ്പുള്ള കൈപ്പൊക്കലല്ല, ഇത് പേരിനുള്ള കൈപ്പൊക്കൽ. അൽഹംദുലില്ലാഹ്. 10. മാഷാ അല്ലാഹ്. 2000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ബോയിക്കാനം പ്രസിഡന്റും ബോയിക്കാനും നിങ്ങൾ വിളിക്കല് ലാങ്കട്ട 2000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ വന്ന് നിസ്കരിക്കുന്ന ഓരോ ആളുകളുടെ നന്മ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മയുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്തരുത്, അവസരം നഷ്ടപ്പെടുത്തരുത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. 1000 രൂപ നമ്മളാൽ കഴിയുന്നത് നമ്മൾ നൽകണം. എന്നാലേ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരികയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിന്റെ ബാക്കിയായി പറയുന്നുണ്ട്, ഔ മസ്ജിദൻ ബനാ. ഇത് എന്റെ വകയായി പറയുന്ന വിഷയങ്ങളല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെന്ന താല്പര്യത്തോടെയാണ് ഈ ഒരു വിഷയം ഞാൻ ഇവിടെ ഏറ്റെടുത്തത്. എന്നോട് സംഘാടകർ പറഞ്ഞിട്ടില്ല, പിരിക്കാനോ പള്ളി നിർമ്മാണത്തിന്റെ ഒരു വിഷയം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പള്ളി ഇതാ പകുതിയിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നി, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം നാളെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന ഒരു അമല് ലഭിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. ചോദിച്ചു, എന്നോട് പറഞ്ഞു, ഒരാളിനോട് പള്ളിയുടെ വിഷയം പറഞ്ഞിട്ട് പിരിവിന്റെ വിഷയം പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നി ഇവിടെ പള്ളി കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ ഇതിലൊരു ഷെയർ വേണം. അതുകൊണ്ട്
ഞാൻ ആദ്യം ഏറ്റെടുത്തു, ഇനിയുള്ള കാര്യങ്ങളൊക്കെ പൊക്കിയൊന്ന് 1000 രൂപ നമ്മുടെ ഖബറിലേക്കുള്ളൊരു ഡെപ്പോസിറ്റ് ആണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, സയ്യിദ് നിങ്ങൾ പേര് ഖാദർ, നിങ്ങളൊന്നും ഇങ്ങനെ നടക്കുക. അപ്പോൾ കൈപൊക്കാൻ മടിയുള്ള ആളുകളൊക്കെ തരും. പിന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്താക്കി. ഇതൊക്കെ നാളേക്ക് കിട്ടുന്ന വലിയൊരു മുതലാണ്. ഈ അവസരം നമ്മൾ മുതലെടുത്തില്ലെങ്കിൽ ഇത് വേറൊരാളെടുക്കും. വേറൊരാളെടുത്ത് നമ്മൾക്ക് നഷ്ടമായി. ഇന്ന് നമ്മൾ ഇത് മുതലെടുത്തില്ലേ, ഇത് വേറൊരാൾ ഏറ്റെടുക്കും. ഇത് ഏറ്റെടുക്കുന്ന ഉറപ്പാണ്. അള്ളാഹുവിന്റെ പള്ളി അതിവിടെ നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിൽ ഈ പള്ളി ഇവിടെ പൂർത്തിയാകും. അതിൽ യാതൊരു ഡൗട്ടില്ല. ഇത് നമ്മളെ കണ്ടിട്ടോ നിങ്ങളെ കണ്ടിട്ടോ ആരെ കണ്ടിട്ടും തുടങ്ങിയതല്ല. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മൾ ആരും ഏറ്റെടുത്തില്ലേ, പള്ളി അവിടെ നടക്കും. പള്ളി അവിടെ ഇതുവരെ ഇതിനേക്കാളും വലിയ പള്ളിയൊക്കെ ലോകത്തിന്റെ, കേരളത്തിന്റെ, കാസർഗോഡ് ജില്ലയുടെ മുക്കുമൂലകളിൽ വളരെ ഭംഗിയായി 8 കോടി 10 കോടിയുടെ പള്ളിയൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു ഭാഗവാക്കുക, ഒരു ഷെയർ നമ്മൾ എടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹു നാളെ ഖബറിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആണ് ഈ ഒരു 1000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മരിച്ചാൽ ഒരാളുടെ ഖബറിലേക്ക് നിരന്തരമായി അണമുറിയാതെ വരുന്ന ഒരു അമലുണ്ടല്ലോ, ഔ മസ്ജിദൻ ബനാ, പള്ളി നിർമ്മിക്കാൻ ഒരാൾ സഹായിച്ചാൽ, പള്ളി നിർമ്മിക്കാൻ ഒരാൾ സഹായിച്ചാൽ അതും അയാളുടെ ഖബറിലേക്ക് വരുന്ന ഏറ്റവും വലിയ നന്മയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ കമിഫഹസി ഖതാത്തിൻ. ഒരു മാടപ്രാവിന് ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ ഉതകുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് അവന് വേണ്ടി പ്രത്യേകമായ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വലാത്ത് ചൊല്ലിയാൽയോ നമ്മൾക്കും വേണ്ടേ സ്വർഗത്തിലൊരു വീട്, സ്വർഗത്തിലൊരു വീട് വേണ്ടേ? അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, മൻ ബനാ ലില്ലാഹി മസ്ജിദാ. അള്ളാഹുവിന് വേണ്ടി ഒരാൾ പള്ളി നിർമ്മിച്ചാൽ നമ്മൾ ആലോചിക്കൂലേ, എനിക്കൊരു വീട് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെയാണ് ഞാനൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക? എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? കമിഫഹസി ഖതാത്തിൻ, കമിഫഹസി ഖതാത്തിൻ. ഒരു മാടപ്രാവിനിരിക്കുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ, മാടപ്രാവിനിരിക്കുന്ന കൂട്ടിൽ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന ഒരു വീട്, ആ വീട്ടിൽ ഒരു മനുഷ്യനും സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണ് കമിഫഹസി ഖതാത്തിൻ എന്ന് പറഞ്ഞത്? ഇങ്ങനൊരു പള്ളി നിർമ്മിക്കുമ്പോ ഓരോ ആളുകൾ എന്റെ വക ഒരു സ്ക്വയർ ഫീറ്റ്, എന്റെ വക 1000 രൂപ, എന്റെ വക 10,000 രൂപ, ഇങ്ങനെ പറഞ്ഞ് ഒരാൾ പള്ളി നിർമ്മിക്കുമ്പോ അതിനുവേണ്ടി സഹായിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഇവിടെ മമ്മസ്ജ 2000 രൂപ നൽകി, അല്ലാഹുവേ അദ്ദേഹത്തിനൊരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ നടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് രൂപകൾ ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ നാളെ സ്വർഗീയ ഭവനം നൽകണേ അല്ലാഹ്. സ്വർഗീയ ഭവനം നൽകുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. സ്വർഗീയ ഭവനം നൽകുമെന്ന് പറയുമ്പോ നമ്മൾക്ക് സ്വർഗത്തിലൊരു വീട്, നമ്മൾ നരകത്തില്, അതിന്റെ അർത്ഥമുണ്ടോ? അതിലെന്താ അർത്ഥം? നമ്മൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് മനോഹരമായൊരു ഭവനം നിർമ്മിച്ചു തന്നിട്ട് നമ്മൾ നരകത്തിൽ പോയാൽ ഈ വീട് കൊണ്ട് എന്ത് നേട്ടമാണ്? അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു നമ്മെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് നൽകാൻ പറ്റുന്ന സ്വതക്കകളിൽ ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന സ്വതക്കയില്ല. ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മദ്രസ സ്ഥാപനങ്ങൾ, ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന, അതിനെ കവച്ചു വെക്കാനുള്ള ഒരു സ്വതക്കയും നമ്മൾ ജീവിതത്തിൽ ചെലവഴിക്കാനില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, താല്പര്യമുള്ള ആളുകൾ, നാളെ ഖബറിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നാളെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകണമെന്ന് കൊതിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് ചെയ്യണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്, റിയാ ഉള്ള ആളുകൾക്ക് അള്ളാഹു നാളെ സ്വർഗം നൽകൂല. റിയാ ഉള്ള ആളുകളുണ്ടല്ലോ, റിയാ ഉള്ള ലോകമാന്യമുള്ള ആളുകൾ, കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അള്ളാഹു അവരെ സ്വീകരിക്കുകയില്ല. നോട്ടീസിൽ പേര് വരണമെന്ന് കൊതിക്കുന്ന ആളുകൾ, ഫോട്ടോ വരണമെന്ന് കൊതിക്കുന്ന ആളുകൾ, പത്രങ്ങളിൽ ഫോട്ടോ കൊടുക്കാത്തതിന്റെ പേരിൽ എന്തോ ഒരു നാണക്കേടാണത്. എനിക്ക് ഇവരെക്കാളും നാണം തോന്നുന്നത് പത്രക്കാരോടാണ്. ഒരു ന്യൂസ് വായിച്ചാൽ 50 പേര്, ഒരു ന്യൂസ് ഇപ്പം നമ്മുടെ ഈ പരിപാടി സമാപിച്ചു എന്ന് പറഞ്ഞ് നാളെ പേര് കൊടുക്കാം, അതിന്റെ 50 പേര്. എത്ര സ്പൈസ് വേണം 50 പേര് കൊടുക്കാൻ? ഒരു ഇത്ര സ്പൈസ് വേണം. ആ സ്പൈസിൽ നല്ല വാർത്ത കൊടുത്തൂടെ?
എന്ത് നേട്ടമാണ് ഈ പേര് കൊടുത്തത് കൊണ്ട് പത്രക്കാർ പിന്നെ പേടിച്ച് കൊടുക്കും. എന്തേ കൊടുത്തില്ലേ? ഞാൻ അനുഭവം പറയാം. ഉത്തരദേശം എന്ന പത്രം നാളെ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തില്ലേ, ഉത്തരദേശത്തിന്റെ ചീഫ് എഡിറ്റർക്ക് വിളിക്കും, എന്തെന്റെ പേര് കൊടുക്കാത്തത്. ഇത് നടന്നിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയല്ല. ആദ്യം വിളിക്കുക സ്ഥാപനത്തിനാണ്. ആരാണ് വാർത്ത കൊടുത്തത്? എന്റെ പേര് കൊടുക്കാത്തത്? ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഉത്തരദേശത്തിന്റെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫോൺ വിളി ഉത്തരദേശത്തിന്റെ ചീഫ് എഡിറ്റർക്കാണ്, എന്റെ പേര് കൊടുക്കാത്തത്. ഇങ്ങനെ എത്ര ആളുകൾ. എന്തിനാണ് ഈ പ്രവർത്തനങ്ങൾ? നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, ഈ ബോക്സ് മുമ്പിൽ വെക്കാൻ പറ്റുമോ? എനിക്ക് ഈ മോണിറ്റർ നല്ല ശബ്ദമാണ്, എങ്കിലും പ്രസംഗിക്കാൻ പറ്റുമോ? ഇത് മുമ്പിൽ വെച്ചാൽ മതി. തിരിച്ചിട്ട് മാക്സിമം ശബ്ദം മൊത്തം കൂട്ടിക്കും മോണിറ്റർ. അവിടെ ഉള്ളത് നമുക്ക് കേൾക്കില്ല. 2 ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുള്ള. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കേട്ടാലും വിഷയം അറിഞ്ഞാൽ മതി. പക്ഷെ നമുക്കിത് കേട്ടാലേ ഒരു തൃപ്തിയാവുള്ളൂ. മതി, നല്ല സൗണ്ട് ഇടണേ, മൊത്തം ഇട്ടു സൗണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയാണ്, ഇന്ന അവ്വലന്നാസി യുഖ്ലാ അലൈഹി യൗമൽ ഖിയാമ. ഇത് കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഒരു രസത്തിന് വേണ്ടിയോ ഒരു ആവേശത്തിന് വേണ്ടിയോ വാല് കേട്ടിട്ടൊരു കാര്യവുമില്ല. ആ വാല് കൊണ്ടൊരു നേട്ടവുമില്ല. ആ വാല് ദുനിയാവിലും ഉപകരിക്കില്ല, ആഖിറത്തിലും നാളെ ഉപകരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്ന അവ്വലന്നാസി യുഖ്ലാ അലൈഹി യൗമൽ ഖിയാമ. ആദ്യമായി നാളെ മഹ്ശറാ ലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, ലാ തസൂലു ഖദമ ഇബ്നു ആദം. ഒരാളുടെയും കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ അർബഇ ഖിസാൽ. 4 കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അൻ ഉംരിഹി ഫീമാ അഫ്നാ. അവന്റെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും, നമ്മുടെ സമയത്തെ കുറിച്ച്. എന്റെ ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരിലെ നാളെ മഹ്ശറാ വൻസഭയിലെത്തിയാൽ, നാളെ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ, സ്വർഗത്തിൽ ഒരാൾക്കും ഖേദമില്ല, സ്വർഗത്തിൽ ഒരാൾക്കും ദുഃഖമില്ല, സ്വർഗത്തിൽ ഒരാൾക്കും വിഷമമില്ല. പക്ഷേ സ്വർഗക്കാര് പോലും വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്, സ്വർഗക്കാര് പോലും ദുഃഖിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയമെന്നറിയോ? സ്വർഗക്കാര് പോലും വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? ദുനിയാവിൽ വെറുതെ ചെലവഴിച്ച ഒരു സെക്കൻഡിനെ കുറിച്ച് സ്വർഗക്കാർക്ക് പോലും ദുഃഖമുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗക്കാരാണ് ഖേദിക്കുന്നത്. എന്തേ? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരു തട്ടുകൂടി ലഭിക്കുമായിരുന്നല്ലോ. ഒരു സ്വലാത്ത് അധികം ചൊല്ലിയിരുന്നെങ്കിൽ സ്വർഗത്തിന്റെ ഒരു ദറജ കൂടി അധികം ലഭിക്കുമായിരുന്നു, സ്വർഗത്തിൽ ഒരു സ്ഥാനം കൂടി കൂടുതൽ ലഭിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ കൊതിച്ചിട്ട് വെറുതെയാണ് വാട്സപ്പിൽ സമയം കളഞ്ഞത്, വെറുതെയാണ് ഫോട്ടോഷോപ്പിൽ തന്റെ ഫോട്ടോകൾ അലങ്കരിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ലൈക്കിന് ദാഹിക്കുന്ന ചെറുപ്പക്കാർ, കമന്റിന് ദാഹിക്കുന്ന ചെറുപ്പക്കാർ, ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ചങ്ങാതിമാരുടെ ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് അയക്കുക, ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഫോട്ടോക്ക് ലൈക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് ലൈക്കിന് ദാഹിക്കുന്ന ചെറുപ്പക്കാരാ. ഈ ലൈക്കുകൾ നാളെ ഖബറിലേക്ക് കടന്നു വരൂല, ഈ കമന്റുകൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരൂല. ഈ ലൈക്കിന്റെ പേരിലാണ്, ഈ കമന്റിന്റെ പേരിലാണ്, ഈ ഫോട്ടോയുടെ പേരിലാണ് നാളെ സ്വർഗത്തിൽ കേൾക്കുന്നത്. അല്ലാഹുവേ, ആ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിക്റെങ്ങാനും ഞാൻ കൂടുതൽ ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ തട്ടിലെത്താൻ പറ്റുമായിരുന്നല്ലോ. ഇങ്ങനെ കൊതിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ആ സമയത്ത് കൊതിച്ചിട്ട് കാര്യമുണ്ടാവൂല. അവിടെ നിന്ന് അമൽ ചെയ്യാൻ പറ്റൂല. മരണം വരെ മാത്രമേ അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുമത്രേ, എങ്ങനെയൊക്കെയാണ് നിന്റെ ആയുസ് നീ ചെലവഴിച്ചത്? അപ്പൊ പറയണം, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മൊബൈൽ ഫോണിൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് നന്മ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരു വാല് കാണുമ്പോൾ അതിനൊരു ലൈക്ക്, അത് ഉടനെ ഷെയർ. നിങ്ങളുടെ ഷെയർ, നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള 1000കണക്കിന് 2000കണക്കിന് സുഹൃത്തുക്കൾ അതൊന്ന് വായിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക്, അതൊന്ന് കേട്ടാ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം, കേട്ടിട്ട് നന്നായ വേറെ പ്രതിഫലം. ഇതാണ് സോഷ്യൽ മീഡിയകൾ കൊണ്ടുള്ള നേട്ടം. ഇതാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ യുവത്വത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ചോദ്യമുണ്ട്. യുവത്വത്തെക്കുറിച്ച് പ്രത്യേകമായി ചോദ്യമുണ്ട്. 15 മുതൽ 40 വയസ്സ് വരെയാണ് യുവാവ് എന്ന് പറയുന്നത്. യുവത്വം എന്ന് പറയുന്നത് 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ.
അത് രണ്ടാമതും ചോദ്യം. ആദ്യം വയസ്സിനെ കുറിച്ച് ചോദിക്കും. 60 വയസ്സ് വരെ ജീവിച്ച ഒരാളോട് ചോദിക്കും, നിന്റെ ആയുസ് എന്തൊക്കെ ചെയ്തു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ആ ചോദ്യം കഴിഞ്ഞു, ഉത്തരമൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു, 15 മുതൽ 40 വയസ്സ് വരെയുള്ള സമയം. ചോദ്യം 2. മൂന്നാമത്തെ ചോദ്യം എന്താ, വഅൻ ഇൽമിഹി, നമ്മുടെ ഇൽമിനെ കുറിച്ച് നാളെ ചോദിക്കും. നീ പഠിച്ച ഇൽമ് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു വാല് കേട്ടാൽ ആ വാല് നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം, നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ചങ്ങാതിമാർക്ക് പറഞ്ഞു കൊടുക്കണം, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. വാല് കേൾക്കാൻ അവസരം ലഭിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടൂല. അതാണ് വാല് കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടൂല. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വേദന വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പിലാങ്കട്ടയിൽ തന്നെയുള്ള എല്ലാ ആളുകളും വേദന വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു സൗഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടൂല. ചില ആളുകൾ വീട്ടിലിരുന്ന് TV കാണാതിരിക്കും, ചില ആളുകൾ വെറുതെ ഇങ്ങനെ ക്ലബ്ബിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും. അതെല്ലാവർക്കും കിട്ടൂല. അതൊരു സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൽമിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്. നാലാമത്തെ ചോദ്യം, വഅൻ മാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എന്റെ ചെറുപ്പക്കാരാ, ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ, നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരു അണുമണി തൂക്കം, ഒരു ദിർഹമോ, ഒരു റിയാലോ, ഒരു രൂപയോ ഹറാമിൽ നിന്ന് സമ്പാദിച്ചാൽ രക്ഷപ്പെടാൻ പറ്റൂല. ഹറാമായിട്ടുള്ള ഒരു റിയാൽ സമ്പാദിച്ചാൽ, ഹറാമായിട്ടുള്ള പലിശയുടെയോ, മോഷണം നടത്തിയിട്ടോ, കള്ള് കച്ചവടം നടത്തിയിട്ടോ, ചാരായ കച്ചവടം നടത്തിയിട്ടോ, കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടോ, പെണ്ണ് കച്ചവടം നടത്തിയിട്ടോ ഒരു രൂപ നമ്മൾ സമ്പാദിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാൻ പറ്റൂല. നിങ്ങൾ എത്ര മറുപടി പറയാൻ ശ്രമിച്ചാലും നമ്മുടെ കൈകളാണല്ലോ അവിടെ സംസാരിക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ദിവസങ്ങളിൽ നമ്മുടെ ചുണ്ടുകൾക്ക് സ്റ്റാപ്പിൾ ചെയ്തു വെക്കുകയാണ്, നമ്മുടെ ചുണ്ടുകൾക്ക് സീല് വെക്കുകയാണ്. ചുണ്ടുകൾ സംസാരിക്കാൻ ശ്രമിക്കും. നമ്മൾ പറയുന്നതൊക്കെ, കൈകൾ പറയുന്നതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ നമ്മുടെ ചുണ്ടുകൾ ശ്രമിക്കും. പക്ഷേ കൈകൾക്കാണ് സംസാരിക്കാനുള്ള അനുവാദം, കാലുകൾക്കാണ് അതേ ഈ പറഞ്ഞത് ശരിയാ, ഈ ചെയ്തത് ശരിയാ, ഈ കേട്ടത് ശരിയാ എന്ന് പറഞ്ഞ് സമ്മതം നൽകുന്നത് കാലുകളാണ്. അങ്ങനെയുള്ള ലോകത്തിലാണ് അല്ലാഹു ചോദിക്കുന്നത്. വഅൻ മാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുമത്രേ. എന്തിനു വേണ്ടിയാണ് സമ്പത്ത്, എവിടെ നിന്നാണ് അധ്വാനിച്ചത്, എവിടെ നിന്നാണ് അധ്വാനിച്ചത്? നമ്മൾക്ക് മറുപടി പറയാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് ഒരു രൂപ നമ്മൾ സമ്പാദിച്ചത്? ഹറാമായിട്ടുള്ള സമ്പാദ്യം കൂടിക്കലർന്നിട്ടുണ്ടോ? എന്റെ എല്ലാ ശബ്ദം ശപിക്കുന്ന ജ്യേഷ്ഠന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഗൾഫിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ഒരു രൂപ അന്യായമായി നമ്മുടെ പോക്കറ്റിലെത്തിയാൽ അതിന്റെ പേരിൽ നാളെ സ്വർഗം പ്രതീക്ഷിക്കുകയേ വേണ്ട. അപഹരിച്ചിട്ടോ, മോഷണം നടത്തിയിട്ടോ, പലിശയുടെ പേരിലോ അന്യായമായിട്ടൊരു തുക പോലും എന്റെ കയ്യിൽ ഉണ്ടാവരുത് എന്നുള്ള വാശി നമ്മൾക്കുണ്ടാവണം ചെറുപ്പക്കാരാ. പഴയ കാലത്തുള്ള ഉമ്മമാർ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു, ഇന്നാ നസ്ബിറു അലൽ ജൂ, പൊന്നു ഭർത്താവേ, എത്ര ദിവസം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാ, എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടന്നോളാ. വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹറാം സമ്പാദിക്കല്ലേ, ഹറാം കൊണ്ടുവരല്ലേ, ഹറാമായിട്ടുള്ള ഒരു തുക പോലും ഞങ്ങൾക്ക് കൊണ്ടുവരല്ല. കാരണം എന്തേ അങ്ങനെ പറഞ്ഞത്? കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബി. ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് വളർന്ന, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ച എല്ലാ ശരീരവും നരകത്തിലേക്കാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പറയാൻ പറ്റുമോ? എന്റെ സമ്പാദ്യത്തിൽ ഹറാമില്ലെന്ന്. ഹറാമായ ഒരംശം ഏറ്റത്തേക്ക് കടന്നു പോയാൽ ആ ശരീരം നരകത്തിലേക്കെന്ന് പറയുമ്പോ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാരെ നരകത്തിലേക്ക് കൊണ്ടുപോവല്ല, നമ്മുടെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോവല്ല. ഹറാമായത് സമ്പാദിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് നൽകിയാൽ ആ ഹറാമ് കഴിക്കുന്ന ഭാര്യ പോവേണ്ടത് നരകത്തിലേക്കാണ്, ഹറാമ് കഴിക്കുന്ന മക്കൾ പോവേണ്ടത് നരകത്തിലേക്കാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും പോവേണ്ടത് നരകത്തിലേക്കാണ്. നരകത്തിന്റെ കഥ എന്തെന്നറിയോ? ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തീ വേറെയില്ല, അതിനേക്കാൾ വലിയ ചൂട് വേറെയില്ല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയോ? നരകക്കാരന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയോ?
നരകക്കാരന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അതെന്താ? ചെരുപ്പ് കൊടുക്കുന്ന, തീനാനുള്ള ഒരു ചെരുപ്പ് കൊടുക്കും. ശ്രദ്ധിക്കണേ, ചെറിയ ശിക്ഷയാണ്, ഏറ്റവും ചെറിയ ശിക്ഷ. നരകത്താലുള്ളൊരു ചെരുപ്പല്ലാഹു, തീനാലുള്ളൊരു ചെരുപ്പല്ലാഹു ആ സഹോദരനെ ധരിപ്പിക്കുകയും ആ ചൂടാരണം അവന്റെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ കയറി അവന്റെ ശരീരമാകെ വെന്തുരുകുമത്രേ. എന്നിട്ട് അവന്റെ തലച്ചോറ് നാളെ നരകലോകത്ത് വെച്ച് തലച്ചോറിങ്ങനെ ദ്രവിച്ചൊഴുകുമെന്നാണ്. ഉരുകി, തലച്ചോറുരുകി ഇങ്ങനെ ഒഴുകും. അയാൾ വിചാരിക്കും, പടച്ചോനെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത്. അല്ലാഹു കൊടുത്ത ചെറിയ ശിക്ഷയാണ്. അല്ലാഹു കൊടുത്തത് ചെറിയ ശിക്ഷയാണ്. ചെറിയ ശിക്ഷ കൊടുത്ത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. പക്ഷേ ആ നരകവാസി വിചാരിക്കുന്നത്, അല്ലാഹുവേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ എനിക്കാണല്ലോ തന്നത് എന്ന. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയുടെ കഥ എന്തായിരിക്കും? അതിനാ പറഞ്ഞത് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവിടെ പോവാതെ ഇവിടെ അധ്വാനിക്കുന്നവൻ, നരകത്തിൽ പോവാതെ ഇവിടെ രക്ഷപ്പെടാൻ ആരാണോ അധ്വാനിക്കുന്നത് അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവരൊക്കെ വിഡ്ഢിയാണ്. അല്ലാഹു നമ്മളെ ബുദ്ധിമാന്മാരിൽ പെടുത്തട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നാളെ ചോദിക്കുകയാണ്, അവസാനമായിട്ട് ചോദിക്കുകയാണ്, വഅൻ മാലിഹി, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കും. എവിടെ നിന്നാ ഉണ്ടാക്കിയത്? അപ്പൊ പറയണം, ഓരോന്നോരോന്നോരോ എണ്ണി പറയണം. പിന്നെ എവിടെ ചെലവഴിച്ചത് അതും പറയേണ്ടി വരും. ഹറാമിൽ ചെലവഴിക്കാൻ പാടില്ല. നമ്മളിവിടെ ഗാനമേള വെക്കാൻ, എന്റെ 1000 രൂപ വേണ്ട. ഇവിടെ ടൂർണമെന്റ് വെക്കാൻ, പന്തയം വെക്കാൻ, പൈസക്ക് വേണ്ടി കളി വെക്കാൻ. അപ്പോ പിരിവിന് വരും സംഘാടകർ, ഞാൻ അതിന് പൈസ തരൂല, പൈസക്ക് തരാം, പക്ഷെ കളിക്ക് വേണ്ടി ഞാൻ പൈസ തരൂല. അങ്ങനെ പറയാൻ നമ്മൾക്ക് പറ്റണം. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരണ്ണുമണി തൂക്കം പോലും ഹറാമിൽ പോവില്ല എന്ന് ഉറപ്പിക്കാൻ നമ്മൾക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിലെ നമ്മൾക്കെല്ലാം അറിയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. ഉളൂ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 പൈസ ഉള്ളിലേക്ക് വീഴുന്നത്. 2 ഉദാഹരണം ഇതിലുണ്ട്. എന്ത്? എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരല്ലേ എന്ന് കൊതിക്കുകയും, ജീവിതത്തിൽ ഒരു കറാഹത്ത് വരിക പോലും വരല്ലേ എന്ന് കൊതിക്കുകയും, എന്നിട്ട് കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വുളൂ ചെയ്യുമ്പോഴാണ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 50 പൈസ ഹൗദിലേക്ക് വീഴുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാം? 50 പൈസ വീണു, അതെടുക്കുവോ? 50 പൈസ അല്ല, പോട്ടെ, 50 പോട്ടെ, 10 രൂപ, 10ന്റെ കോയിന് വീണെന്ന് വിചാരിച്ചേക്ക്, അത് 10 അല്ല, വിട്ടേക്ക്. നമ്മൾ അങ്ങനെ വിചാരിക്കുക അല്ലേ? പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് വിചാരിച്ചത് അതല്ല. 20 രൂപ പെണ്ണുങ്ങളൊന്നും തന്നിട്ടില്ല, ആകെ 3. പഠിച്ചോനെ, പിലാങ്കട്ട പെണ്ണുങ്ങള് മോശാക്കരുതേ. 1000 രൂപ ഞാൻ ചോദിച്ചത് നിങ്ങളോട്, കുറേയൊന്നും ഞാൻ ചോദിച്ചില്ല. 1000 രൂപ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? നമ്മൾ നാട്ടുകാരല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ എന്താണ്, ഒരു വണ്ടിക്ക് എണ്ണ, കാസർഗോഡ് പോയി വരണമെങ്കിൽ 500 രൂപയുടെ പെട്രോൾ വേണം. ഒരു ദിവസം നമ്മളൊരു മീന് വാങ്ങണമെങ്കിൽ ഒരു അക്കൂറക്ക് തന്നെ 600 കൊടുക്കണം. ഒരു മാഞ്ചി അല്ലെ അവോലി, അതിന് തന്നെ ഒരു 600 കൊടുക്കണം. അതൊക്കെ ആലോചിക്കുമ്പോൾ 2 ദിവസത്തെ കറി വേണ്ടെന്ന് വെക്ക്. 2 ദിവസം മാഞ്ചി വേണ്ട, മത്തി വാങ്ങിക്കൂടി. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചാൽ പോലെ 2 ദിവസം നമ്മുടെ ആവോലി ഒഴിവാക്ക്, അക്കൂർ ഒഴിവാക്ക്. അത് പള്ളിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു, മത്തി വാങ്ങിയിട്ട് കഴിച്ചേക്ക്, എന്താ കുഴപ്പം? 2 ദിവസം കാസർഗോഡ് കാറിൽ പോകുന്ന കാസർഗോഡ് പോകുന്ന നമ്മൾ ഒരു ദിവസം ബൈക്കിൽ പോയി ഒരു 500 രൂപ ഇല്ല, എന്റെ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുക്കണം. എന്റെ പള്ളിക്കല്ല, എന്റെ കബറിലേക്ക്, എനിക്ക് വേണ്ടി, പിന്നെ അങ്ങോട്ടക്കാർക്കല്ല, എന്റെ കബറിലേക്ക് വേണ്ടി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപക്ഷേ സാമ്പത്തിക മാന്യമായിരിക്കും നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണം നടക്കുമ്പോ, ഇതുപോലൊരു മദ്രസയുടെ പ്രഭാഷണം നടക്കുമ്പോഴാണ് ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി തന്റെ കയ്യിലുണ്ടായിരുന്ന 2 പവനോളം വലിപ്പമുള്ള ഒരു കൈച്ചെയിൻ അടിച്ചു തരുന്നത്. എനിക്ക് പിരിവിന്റെ ടെക്നിക്സ് അറിയില്ല, പിരിവിന് വേണ്ടി ഞാൻ എവിടെയും പ്രഭാഷണം നടത്താറില്ല, പിരിവുണ്ടാക്കി കൊടുക്കാറില്ല. സംഘാടകര് പറയാത്തത് കൊണ്ട് പള്ളിക്ക് വേണ്ടി നിങ്ങൾക്ക് കൂടി ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആവശ്യം സംസാരിച്ചത്. അങ്ങനെ വാല് നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള തുക ഏതാ? ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അവന്റെ കയ്യിലുള്ള ആഭരണങ്ങളാണല്ലോ. തന്റെ കയ്യിലുണ്ടായിരുന്ന 2 പവനോളം വലിപ്പമുള്ള ഒരു കൈച്ചെയിൻ എടുത്തിട്ട് സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു എഴുത്തും കൂടി കുത്തയച്ചു. ഉസ്താദേ, ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്, നല്ല ഭർത്താവ് ലഭിക്കാനല്ല. നോക്കണേ, നമ്മള് ആ ദുആയിൽ എഴുതിയ വസിയത്ത് ഭർത്താവ് ലഭിക്കാനല്ല, രോഗം ശിഫയാവാനല്ല,
പരീക്ഷയിൽ പാസ്സാവാനല്ല, ഈമാൻ സലാമത്തായി മരിക്കാൻ ഒരു അധ്വാനം പോലുമില്ലാതെ ഉപ്പയോ ജ്യേഷ്ഠന്മാരോ ആരോ നൽകിയ ഒരു കൈച്ചേൻ ദീനിന്റെ മദ്രസയ്ക്ക് വേണ്ടി നൽകുമ്പോ എന്റെ പിലാങ്കട്ടയിലുള്ള സഹോദര സഹോദരിമാരോട്, ഈ നാടിന്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എനിക്ക് പറയാനുള്ളത്, സംഘാടകരെ ഏൽപ്പിച്ചത് കൊണ്ടല്ല, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായി പറയുന്നത്, നമ്മൾക്കിതിലൊരു ഭാഗവാക്കാവണം. ഇത് കാരണം നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ എന്ന് പറഞ്ഞത് വളരെ ചെറിയ തുകയാണ്. സാമ്പത്തിക മാന്യം നിങ്ങൾക്കുണ്ടായേക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തിക മാന്യം നമ്മളെ പിടിപ്പെട്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ മോണിറ്റർ പ്രശ്നം എന്തറിയോ? കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും, കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും, ഇത് ബോധപ്പെടുത്തും. അങ്ങനെ ഒരു നമ്മളെ 3D ഉണ്ടല്ലോ, 3D സ്റ്റൈലാണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വതസദ്ദഖ അൻത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിനാ. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഹിയ അഫ്ളലുസ് സ്വദഖ. സ്വദഖയിൽ നിന്ന് ഏറ്റവും നല്ല സ്വദഖ ഏതാണ് നബിയെ? സ്വദഖ, അതിൽ നിന്ന് ഏറ്റവും വലിയ സ്വദഖ ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, 2017 2016 നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു സാമ്പത്തിക പരിഷ്കരണം വരും. അപ്പൊ ഒരു സാമ്പത്തിക മാന്യമുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നോട്ട് 1000 കൊടുത്ത ചില്ലറ വേറെ ലഭിക്കുമോ എന്നുള്ള പേടിയുണ്ടാകും. എപ്പോഴാണ് ഈ നോട്ട് പ്രതിസന്ധി തീരാ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാകും. ആ സമയത്ത് കൊടുക്കണം. നരേന്ദ്രമോദിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, വിചാരിക്കില്ല. അന്തസദ്ദഖ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് തോന്നാണ്. അതുകൊണ്ട് ഞാൻ ഹദീസ് ഇവിടെ ഉപയോഗിച്ചത്. നമ്മുടെ ഈ കറന്റ് സിറ്റുവേഷനുമായി വളരെ വളരെ സ്യൂട്ടബിൾ ആയി തോന്നുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അന്തസദ്ദഖ, നീ സ്വദഖ ചെയ്യണം. ഏത് സമയത്ത്? അൻത സഹീഹുൻ, നല്ല ആരോഗ്യമുണ്ട്. മരിക്കാൻ കിടക്കുമ്പോ എന്റെ സ്വത്ത് ഒരു സെന്റ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ പള്ളിക്ക് കൊടുത്തേക്ക്. അതെല്ലാരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. ലോകത്തുള്ള എല്ലാവരും മരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ലോകത്തുള്ള എല്ലാവരും മരണസമയത്ത് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق. ലോകത്തുള്ള എല്ലാ കുഞ്ഞുമോനും ഇത് പറയും മരിക്കുമ്പോ. സ്വതക്ക കൊടുക്കാത്ത എന്താ പറയാ? ഫഅസ്വദ്ദഖ, അല്ലാഹുവേ ഒരു വർഷം നീട്ടി തരുവോ? എന്തിന്? എനിക്ക് ഇത്ര ഷോപ്പുണ്ട്, ഇത്ര സ്വത്തുണ്ട്, ഇത്ര സ്ഥലമുണ്ട്, ഞാൻ പള്ളിക്ക് വേണ്ടിട്ട് 10 സെന്റ് കൊടുക്ക, അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കാൻ 1 ലക്ഷം കൊടുക്ക. ഒരു വർഷം അത് പറ്റൂല. എന്നാ ഒരു മാസം തരുവോ? ഒരാഴ്ച, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു സെക്കൻഡ് തന്നാ മതി റബ്ബേ. അജലിൻ ഖരീബ്, ഷോർട്ട് പീരീഡ്, ചെറിയ ഒരു സെക്കൻഡ് എനിക്ക് താ. ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ നൽകാം. അല്ലാഹു പറയാൻ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു ഒരാൾക്ക് മരണത്തിന്റെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡ് അയാൾക്ക് അല്ലാഹു നീട്ടിക്കൊടുക്കൂല. എല്ലാവരും മരണസമയത്ത് പറയുന്ന വാക്കാണ് ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ നൽകാം. അപ്പൊ മരിക്കാൻ കിടക്കുമ്പോ കൊടുക്കുന്ന സ്വദഖ വലിയ നേട്ടമൊന്നും അതിലുണ്ടാവില്ല. സഹീഹുൻ, നീ നല്ല ആരോഗ്യമുള്ള സമയത്ത്. ഷഹീഹുൻ, നീ പിശുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പിശുക്കന്മാരാ. ഇപ്പൊ കല്യാണം കഴിക്കുന്നവരൊക്കെ വളരെ ചുരുങ്ങിയ ചെലവിലാണ് കല്യാണം കഴിക്കാൻ. എന്തേ? എനിക്ക് ബുദ്ധിമുട്ട് വരുമോ, പൈസ ഇല്ലാതെ പ്രതിസന്ധി വരുമോ? ഷഹീഹുൻ, പിഷ്കാൻ. ഇപ്പൊ എല്ലാവർക്കും പിഷ്കാണ്. ഇപ്പൊ 100 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിലും കൊടുക്കാൻ പിഷ്കാൻ. പെട്രോൾ പമ്പിൽ പോയാൽ 2000 കൊടുക്കുള്ളൂ, 100 കൊടുക്കൂല. അല്ലേ? അങ്ങനല്ലേ? ഞാനൊരു കാര്യം കൂടി ഇങ്ങോട്ട് സൂചിപ്പിക്കാം. എല്ലാവരുടെ കയ്യിലും 100 ഉണ്ട്, പക്ഷെ എല്ലാവരും പിടിച്ചു വെക്കാണ്. അതുകൊണ്ടാണ് 100ന്റെ പ്രതിസന്ധി ഉണ്ടാവുന്നത്. എല്ലാവരുടെ കയ്യിലും 100ന്റെ നോട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും പേടി, എന്റെ കയ്യിലുള്ള നോട്ടെങ്ങാനും ഞാൻ കൊടുത്താൽ എന്റെ കയ്യിലുള്ളത് തീരുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ അൽമാരയിലും പോക്കറ്റിലും പേഴ്സിലും 100 ഇങ്ങനെ തിരികെ കയറ്റി. പിന്നെ എങ്ങനെ 100 പുറത്തു വരും? 100 ഉള്ളത് എവിടെ? മനുഷ്യന്മാരുടെ പോക്കറ്റിൽ, എല്ലാവരുടെ പോക്കറ്റിലുണ്ട്, എല്ലാവരുടെ ഡ്രോയറിലുണ്ട് 100. പിന്നെ 2000 കൊടുക്കുമ്പോ പെട്രോളന്മാര് പറയാതിരിക്കോ ചില്ലറയില്ല എന്ന്? കൊടുക്കണ്ടേ? അതുകൊണ്ട് പോക്കറ്റിൽ വെക്കണ്ട, കൊടുക്ക്. എല്ലാരും കൊടുക്കും 100. കൊടുത്താൽ ഇവിടെ 100ന്റെ ഒരു പ്രശ്നമേ വരില്ല, ഉറപ്പാണ്. ഇവിടെ 100ന്റെ പ്രതിസന്ധി വന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാരും 100 ഇങ്ങനെ പിടിച്ചു വെക്കുക.
തഖ്ശൽ ഫഖറ, ഞാൻ കൊടുത്താൽ എനിക്ക് ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി. സൗണ്ട് കൂട്ട്. അന്തഖ്ശൽ ഫഖറ, ഞാൻ കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി. ആ പേടിയുണ്ടാകുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. വതഅമലുൽ ഖിനാ, എപ്പോഴാണ് ഈ പ്രതിസന്ധി തീരുന്നത്? ഡിസംബർ 31 ആകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ തീർന്നില്ല. അല്ലേ? ഡിസംബർ 31 ആകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചോ, പക്ഷേ തീർന്നില്ല. ആ സമയത്താണ് സ്വതക്ക കൊടുക്കേണ്ടത്. അതുകൊണ്ട് നോട്ട് പ്രതിസന്ധിയുടെ പേരിൽ ഒരാളും കൊടുക്കാതിരിക്കല്ല. ഏറ്റെടുത്തേക്ക്, ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. NK ഖാദർ എന്ന് പറയുന്ന ഒരു സഹോദരൻ 2000 രൂപ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ അബ്ദുള്ള കുഞ്ഞിയുടെ പേരിൽ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ 2 പേർക്കും സ്വർഗ്ഗലോകത്തൊരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കണേ അല്ലാ. ഏതായാലും ഞാൻ എന്റെ വിഷയം സംസാരിച്ചിട്ടില്ല. 1 മണിക്കൂറാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഒന്ന് എണീറ്റിരുന്നോളൂ എല്ലാവരും. എണീറ്റിരിക്കണ്ടേ? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇരിക്കും, വേല നിർത്തിയിട്ടില്ല, 1 മണിക്കൂറിനുണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ശിർക്കിൽപ്പെട്ടതാണ്, റിയായിൽപ്പെട്ടതാണ്. എന്ത്? ഈ ആളുകൾ കാണാൻ വേണ്ടി കൊടുക്കുക, ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇന്ന അവ്വലൻ നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്ക് കൊണ്ടുവരുന്നത് 3 ആളുകളെയാണ്. 3 ആളുകളെയാണ് കൊണ്ടുവരിക. ഒന്നാമത്തേത് റജുലുനുസ്തുഷ്ഹിദ, ഷഹീദായ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ രക്തസാക്ഷിത്വം വഹിച്ച ഒരാള് അല്ലാഹു നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആളെ കൊണ്ടുവരും, അല്ലാഹുവിന്റെ മുമ്പിലിരിക്കും. അല്ലാഹു പറഞ്ഞു കൊടുക്കും, നിനക്ക് യുദ്ധം ചെയ്യാനുള്ള വാളാരെ തന്നെ? നീയാണ് റബ്ബേ. നിനക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവാരെ തന്നെ? പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ കുപ്പായത്തിന്റെ കൈയൊക്കെ മടക്കി അപ്പാളെത്തും ചെറുപ്പക്കാര്. എന്നാ വേദണ്ടെന്ന് പറയുമ്പോൾ ഒരാളും കാണൂല. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. മാസത്തിലും ചിലപ്പോൾ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ ജിമ്മിനൊന്നും പോയിട്ടുണ്ടാവില്ല. വായ ഉണ്ടാവും, പാർക്കിംഗ് ഡോർ സ്ഥലം പോയിട്ടെന്നല്ലേ, കുറക്കുന്ന കടിക്കൂല എന്നല്ലേ, ഒച്ചപ്പാട് ഉണ്ടാവും, 2 അടി കൊള്ളും ഓടും ചെയ്യും. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. അപ്പൊ ഏതായാലും എനിക്ക് ആയുധപാഠം ആരാ തന്നത്? യുദ്ധം ചെയ്യാനുള്ള കഴിവാരാ തന്നത്? ശക്തിയാരാ തന്നത്? അയാൾ പറയും, അല്ലാഹുവേ നീയാണല്ലാ ഇതൊക്കെ നൽകിയത്, നീയാണല്ലാ. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു പറഞ്ഞു കൊടുക്കും. കേൾക്കണേ, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത്. ഷഹീദായ രക്തസാക്ഷിയായ ഒരാളെ അല്ലാഹു നാളെ മഹ്ശറാവൻ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് പറയുമത്രേ, നിനക്ക് ഞാൻ ഇന്നാലിന്ന സൗകര്യങ്ങൾ തന്നിട്ടില്ലേ? യുദ്ധം ചെയ്യാനുള്ള കഴിവ് തന്നിട്ടില്ലേ? പരിച വാങ്ങാനുള്ള, വാള് വാങ്ങാനുള്ള കഴിവ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഉണ്ട് റബ്ബേ, ഉണ്ട് എന്ന് അല്ലാഹുവിനോട് പറയുമ്പോഴാണ് അല്ലാഹു രണ്ടാമതായി ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറയും, അല്ലാഹുവേ ഖാതൽതു ഫീക, നിനക്ക് വേണ്ടി ഞാൻ ധർമ്മസമരം ചെയ്തില്ലേ അല്ലാ? നിനക്ക് വേണ്ടി രണാങ്കണത്തിലേക്ക് എന്റെ മക്കളെയും എന്റെ വീടിനെയും എന്റെ ഭാര്യമാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയില്ലേ അല്ലാ? ഇതിനേക്കാൾ അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ആ യുദ്ധക്കളത്തിൽ രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകി 70ഓളം 100 കണക്കിന് വെട്ടുകളും അമ്പുകളുമായി ലോകത്തോട് വിട പറഞ്ഞു പോയത് നിനക്കല്ലേ അല്ലാ? ഇതിനു വേണ്ടി ഇതല്ലാതെ പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അയാൾ അല്ലാഹുവിനോട് നാളെ ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, കദബ്ത,
നീ പറഞ്ഞത് പച്ച നുണയാണ്. നീ എനിക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്തത്, നീ എനിക്ക് വേണ്ടിയല്ല പോരാടിയത്. ആളുകൾ പറയട്ടെ, ഖാതൽത ലിഅയ്യുഖാല ജരീ. ആളുകൾ വലിയ ധൈര്യവാനാണെന്ന് പറയാനല്ലേ, വലിയ യോദ്ധാവാണെന്ന് പറയാനല്ലേ, ധീരനാണെന്ന് പറയാനല്ലേ, ആളുകൾക്ക് മുമ്പിൽ ഷോ ഓഫിന് വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു പറയാ, നബി തങ്ങൾ അങ്ങനെ ചോദിക്കത്ര, ഷോ ഓഫിനല്ലേ? എന്തേ സംഘാടകരായത് ഷോ ഓഫിന് വേണ്ടിയല്ലേ? സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയതെന്തിനാ? അയ്യുഖാൽ, നാട്ടുകാര് പറയട്ടെ അയാൾ പ്രസിഡന്റാണ്, അയാൾ സെക്രട്ടറിയാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ അതിനു വേണ്ടിയിട്ടല്ലേ ഇത് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ പ്രസിഡന്റാണ് കേട്ടോ, അയാൾ ഇന്നാലുന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്, അതിന്റെ മാനേജർ, ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. നീ ഉദ്ദേശിച്ചത് നിനക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളെ വിളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉറക്ക സലാത്ത് ചെല്ലണേ. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 11 മണിയായി. ഒരു 11:45 നമ്മുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ثم امر به فصحب على وجهه حتى القي في النار. രക്തസാക്ഷിയാണ്, പേരിൽ രക്തസാക്ഷിയാണ്, യുദ്ധത്തിന് പോയി മരിച്ചു പോയ ആളാണ്. പക്ഷെ അല്ലാഹു ആദ്യമായി കൊണ്ടുപോകുന്നത് ഈ രക്തസാക്ഷിയെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രസിഡന്റിനെയാണ് കൊണ്ടുപോകുന്നത്, സെക്രട്ടറിയാണ് കൊണ്ടുപോകുന്നത്, മാനേജർമാരെയാണ് കൊണ്ടുപോകുന്നത്. എന്തേ ഇയാൾ പ്രവർത്തിച്ചത്? ഷോ ഓഫിന് വേണ്ടിയായിരുന്നോ? ആളുകൾ പറയാൻ വേണ്ടിയായിരുന്നോ? ഒന്നാമത്തെ വ്യക്തി ഇയാളാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, പ്രഭാഷകന്മാരെ, വഅല് പറയുന്ന ആളുകളെ അല്ലാഹു നാളെ വിളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു അടുത്തയാളെ വിളിക്കുകയാണ്, വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ. ഇൽമ പഠിച്ച ഒരാളെ, ഒരു ഉസ്താദിനെ, ഒരു ആലിമിനെ, ഒരു ഖുർആൻ പ്രഭാഷകനെ, ഒരു വഅലുകാരനെ അല്ലാഹു നാളെ വിളിക്കും. എന്നിട്ട് അയാളോട് പറയും, ഫഅറഫഹു നിഅമ. നിനക്ക് ഞാൻ പഠിക്കാനുള്ള ശേഷി തന്നിട്ടില്ലേ? ബുദ്ധിശക്തി തന്നിട്ടില്ലേ? ഓർമ്മശക്തി തന്നിട്ടില്ലേ? ആരോഗ്യം തന്നിട്ടില്ലേ? 10-12 കാലം ഒരു ചെലവുമില്ലാതെ ഭക്ഷണം കഴിച്ച് നീ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ആര് തന്നതാ? അല്ലാഹുവേ നീ തന്നതാണ്. അല്ലാഹുവേ നിന്റെ സൗഭാഗ്യമാണ്. അല്ലാഹുവേ നിന്റെ ഔദാര്യമാണ്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? ആലിമിനോട് ചോദിക്കും, സാധുമാരോട് ചോദിക്കും, വഅല് പറയുന്ന ആളുകളോട് ചോദിക്കും, പ്രഭാഷകന്മാരോട് ചോദിക്കും, നിനക്ക് വഅല് പറയാനുള്ള കഴിവ് തന്നിട്ടില്ലേ? ഇൽമ പഠിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ? പക്ഷെ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് നാളെ അല്ലാഹു ചോദിക്കുമ്പോൾ അയാൾ പറയും, അല്ലാഹുവേ രാത്രി 12 മണിയായിട്ടും ഞാൻ വഅല് പറഞ്ഞു നടന്നിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ 3 മണിയാവാറുണ്ട്. മിക്കവാറും രാത്രികളിലാകെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് ഉറക്കുള്ളത്. ഒരു മാസമല്ല, 5-6 മാസം, 1 വർഷം നിരന്തരമായി ഉറക്കെ കിട്ടിയിട്ടില്ല. രാത്രി 2 മണി വരെ വഅല് പറഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ 2 മണി 3 മണി ഉറക്കില്ലാതെ വർഷങ്ങളോളം ഞാൻ വഅല് പറഞ്ഞിട്ടുണ്ട്. ഇൽമു ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനേക്കാളും അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും നാളെ അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹു അവരോട് പറയുന്നത്, നീ വഅല് പറഞ്ഞിട്ടുണ്ട് ശരി തന്നെ, ഖുർആൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശരി തന്നെ, നീ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ശരി തന്നെ, പക്ഷെ എന്തിനാണ് നീ ചെയ്തത്? ലിയുഖാല ഇന്നക ആലിം. നീ വലിയൊരു ആലിമാണെന്ന് പറയാനല്ലേ, നീ വലിയൊരു പ്രവാചകനെന്ന് ആളുകൾ പറയാനല്ലേ, ആളുകൾക്ക് മുമ്പിൽ ഷോ ഓഫിനല്ലേ. ഫ്ലക്സിൽ നിന്റെ ഫോട്ടോ വേണം, ഫ്ലക്സിൽ നിന്റെ പേരുകൾ വേണം, സോഷ്യൽ മീഡിയകളിൽ നിന്റെ വാലുകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടണം. ഇതിനു വേണ്ടിയല്ലേ വാല് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മാലാക്കമാരെ വിളിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹു ഞങ്ങളെ കാക്കുമാറാവട്ടെ, നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് ഇഖ്ലാസ് നൽകി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതൊരാളുണ്ട് നാളെ മഹ്ശറ വൻസഭയിൽ. മൂന്നാമത്തെ ഒരാള് ഉസ്താദ്മാരെ പറഞ്ഞു, നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വേണം അല്ലേ?
ഉസ്താദുമാരെ പറയുമ്പോൾ എന്താ ശരി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറെ ആളുകളെ, കുഴപ്പമില്ലല്ലോ ഇയാൾക്ക് തന്നെയാണല്ലോ ഇത്, നിങ്ങൾക്ക് കുറച്ചുണ്ട്. മൂന്നാമതായി അള്ളാഹു വിളിക്കുന്നതാരെ? വറജുലുൻ വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. മുതലാളിമാരെ ധനികരായ ആളുകൾ അള്ളാഹു വിളിക്കുമത്രേ. എനിക്ക് പിലാങ്കട്ടയിൽ ഒരു ഷോപ്പുണ്ട്, ബദിയടുക്കയിൽ ഒരു ഷോപ്പുണ്ട്, മുള്ളേരത്തൊരു ഷോപ്പുണ്ട്, കാസർഗോഡ് ഒരു ഷോപ്പുണ്ട്, ചെക്കളയിൽ എനിക്കൊരു ഷോപ്പുണ്ട്. എത്ര ഷോപ്പാ അല്ലേ? അള്ളാഹ് തന്നതല്ലേ ഇതൊക്കെ? നമ്മൾ ഉണ്ടാക്കിയാണല്ലോ, അള്ളാഹ് തന്നതാണ്, അല്ലാഹു തന്നതാണ്. അല്ലാഹു പറയുകയാണ് വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. എനിക്ക് ദുബായിലുമുണ്ട് ഷോപ്പ്, ഖത്തറിലുണ്ട് ഷോപ്പ്. ഒരു കഫ്റ്റീരിയ തന്നെ നാദാപുരത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അയാൾക്ക് അജ്മാനിൽ തന്നെ 30ഓളം ഷോപ്പുകൾ. കഫ്റ്റീരിയ 30 കഫ്റ്റീരിയാണ്. എല്ലാ വടകരക്കാർക്ക് മൊത്തം കഫ്റ്റീരിയകൾ. ഖത്തറിലുണ്ട് ടീ ടൈം, അതും വടകരക്കാരുണ്ട്. അജ്മാലുണ്ട് കൂഖ്ഷൈ, അതും വടകരക്കാർ. മൊത്തം കാഫ്റ്റീരിയകളൊക്കെ ഏറ്റെടുത്തവരും. പക്ഷെ ഇവർ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ദീനി സ്നേഹികളാണ് അവർ. അവിടെയൊക്കെ വേദന ഇങ്ങനെയൊന്നുമില്ല ആളുണ്ടാവുക, ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി ആളുണ്ടാവും. അവിടെയൊക്കെ ഒരു വേദന ഇങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹികളാണ്. ദുബൈയിലും ഗൾഫിലൊക്കെ പോയാൽ നമ്മൾ നാട്ടുകാരല്ലേ നമ്മൾ കൊണ്ടെടുക്കുക. നാദാപുരം, വടകര, ആ ഭാഗത്തുള്ള ആളുകളാണ്. പിന്നെ അവരെ കീഴിലാണ്. എന്നെ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ ആളുകളെയും ആലിമ്യങ്ങളെ സ്നേഹിക്കുന്നൊരു സമൂഹമാണ്. അവിടെ വലിയ വലിയ വീടുകളാണ്. അവിടെ ഒരു ഉണ്ടാക്കുന്ന ഒരു ചുമര് കൊണ്ട് നമ്മുടെ നാട്ടിൽ വീടുണ്ടാക്കുക. അങ്ങനെ വലിയ മുതലാളിമാർ. പക്ഷെ അതിനനുസരിച്ച് അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഇനിയും എറ്റി കൊടുക്കുമാറാവട്ടെ. ശുക്ർ ചെയ്യുമ്പോൾ അല്ലാഹ് നമ്മൾക്കും തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറയാണ് വറജുലുൻ വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. ഓരോ രീതിയിലുള്ള സമ്പത്ത് തന്നിട്ടില്ലേ? എന്തൊക്കെ സമ്പത്ത്? തേങ്ങയുണ്ട്, അടക്കയുണ്ട്, റബ്ബറുണ്ട്, കൃഷിയുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് നീ അല്ലാഹു അയാളോട് പറയും ഇത് ആര് തന്നതാ? നീയാണ് പഠിച്ചോനെ. ഞാനല്ലേ തന്നത്? അതെ നീയാണ്. അല്ലാഹു ചോദിക്കുന്നു ഒരു ഐഫോൺ വാങ്ങാൻ നിനക്ക് ഐഫോൺ വാങ്ങിച്ചിട്ടില്ലേ? ഉണ്ട്. ആരാ വാങ്ങിക്കാൻ കഴിവ് തന്നത്? ഞാനാണ്. അല്ലാഹുവേ നീയാണ്. പക്ഷേ ഈ ഐഫോൺ കൊണ്ട് നീ എനിക്കെന്ത് ചെയ്തു? വണ്ടി, കാർ വാങ്ങി, ഇന്നോവയുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. ആരാണിതൊക്കെ വാങ്ങിച്ചു തന്നത്? അല്ലാഹുവേ നീ തന്ന നിഅമത്താണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കൊണ്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാളെ റബ്ബ് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞാൻ വാട്സപ്പിൽ കളിച്ചു, അല്ലേ, പ്ലേ സ്റ്റോറിൽ പോയി, യു ക്യാം ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ അടിച്ചാക്ക, അല്ലേ, നമ്മളൊക്കെ വെളുക്കാനുള്ള വഴി മൊബൈൽ ഫോണിലുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ അടിച്ചാക്ക, എന്നിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആരൊക്കെ ലൈക്ക് അടിക്കുന്നു, ആരൊക്കെ കമന്റ് അടിക്കുന്നു, ആരൊക്കെ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ നോക്കിക്കുക. ഇതാണ് പണി, ചെറുപ്പക്കാരെ പണി ഇതാണ്. മെയിൻ പ്രധാനമായിട്ട് നടക്കുന്നത് ഇതാണ്. എന്തിനാണ് ഈ ലൈക്ക്? നാളെ ആഖിറത്തിലേക്ക് വരുമോ? വരൂല, എന്നും വരൂല. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയേണ്ടത്, അള്ളാഹുവേ ഞാനൊരു ഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ലേ അല്ലാ, ഉറങ്ങിയിട്ടില്ല. എല്ലാവരും തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് നടക്കുമ്പോ, എല്ലാവരും കൗണ്ടർ കയ്യിൽ പിടിച്ച് നടക്കുമ്പോ ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ഒരു കൗണ്ടർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. തസ്ബീഹ് മാല പിടിക്കുന്നതിന് പകരം ഞാൻ മൊബൈൽ ഫോണിലാണ് ദിക്ർ ചൊല്ലിയിരുന്നത്. ആളുകൾ വിചാരിക്കും ഇയാൾ കളിക്കുകയാണെന്ന്, ആളുകൾ വിചാരിക്കും ഇയാൾ വാട്സപ്പിൽ കളിക്കുകയാണെന്ന്. പക്ഷെ അയാൾ ഇങ്ങനെ കൗണ്ടറിൽ ദിക്ർ ചെല്ലാണ്, അയാൾ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുകയാണ്, അയാൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്. അല്ലാഹുവേ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ നേട്ടം എന്താ നമ്മൾക്ക് വേണ്ടത്? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നത്. وأحسن كما أحسن الله إليك. അല്ലാഹു നന്ദി ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നിങ്ങൾ നന്ദി ചെയ്യണേ. ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിൽ അല്ലാഹുവിന് എങ്ങനെയാ നന്ദി ചെയ്യുന്നത്? അല്ലാഹുവേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, ഒരുപാട് ഖുർആൻ ഓതുക, ഒരുപാട് ഇൽമുകൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. യൂട്യൂബിൽ ഒന്ന് ചെന്നാ പോരെ? അംബാനി നമ്മൾക്ക് മാർച്ച് 31 വരെ വളരെ ഫ്രീ ആയി നെറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അല്ലാഹു ചോദിക്കും 6 മാസക്കാലം 5 പൈസ ചെലവില്ലാതെ 4G സൗകര്യത്തോടെ നമ്മൾ ഉപയോഗിച്ച നെറ്റിന് അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഒരുപക്ഷേ അംബാനി ചോദിച്ചെന്ന് വരില്ല, ഒരുപക്ഷേ അംബാനിക്ക് അതിന്റെ കണക്കറിയണമില്ല. അല്ലാഹുവിന് അതിന്റെ കണക്കറിയണം. ചെറുപ്പക്കാരാ, ഏത് സൈറ്റുകളിലേക്കാണ് നിങ്ങൾ പോയത്? ഒരു ബ്രൗസിംഗ് ഇല്ലാതെ, തിരിയലില്ലാതെ, വെയിറ്റിംഗ് ഇല്ലാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് വരുന്ന ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളും 3Gയുടെയും
4G-യുടെയും മൊബൈൽ ഫോണുകളും നമ്മുടെ കൈകളിലേക്ക് വരുമ്പോ അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അള്ളാഹു നാളെ ചോദിക്കുമ്പോ പറയണേ, അള്ളാഹുവേ ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്, അവിടെ ഒരുപാട് വാളുകളുണ്ട്, അവിടെ ഒരുപാട് ഖുർആനിന്റെ ഖിറാഅത്തുകളുണ്ട്, അത് കേട്ടിട്ടുണ്ട് റബ്ബേ, അത് വാളുകൾ കേട്ടിട്ടുണ്ട് റബ്ബേ. ഇത് പറഞ്ഞ രക്ഷപ്പെടൂലേ? നേരെ മറിച്ചിട്ട് വേണ്ടാത്ത സൈറ്റിൽ പോയിട്ട് വേണ്ടാത്തതൊക്കെ കണ്ട എന്താ മറുപടി പറയാ? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നമ്മൾക്ക് എന്ത് ലഭിച്ചാലും അതിന് പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അതാണ് ചോദ്യം. എന്ത് ലഭിച്ചാലും അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏതൊരു വിഷയം വന്നാലും അല്ലാഹു ചോദിക്കും ചോദ്യം, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നാ. എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അപ്പൊ നമ്മൾ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ ഫിത്നയുണ്ടാക്കല്ല. മൊബൈൽ ഫോൺ കൊണ്ട് ഫിത്നയുണ്ടാക്കല്ല. കേട്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ കൊണ്ട് ഫിത്നയുണ്ടാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്നെ വ്യഭിചരിക്കാൻ അനുവദിക്കുമോ നബിയെ? എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതിക്കോ? നബിയുടെ അടുത്ത് വരികയാണ്. നമ്മൾ ചോദിക്കും, അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് ഞാനൊക്കെ ചെയ്യാം, പക്ഷെ വ്യഭിചാരം എനിക്ക് അനുവദനീയമാക്കി തരണമെന്ന് നമ്മൾ പറയില്ല. ധൈര്യമില്ല. കാരണം നബി തങ്ങളോട് എന്തും പറയാൻ അവർക്ക് ധൈര്യമുണ്ട്. അങ്ങനെ ഒരു സംസാരവും ഇടപെടലുമായിരുന്നു നബി തങ്ങൾക്കിടയിൽ. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ മുസ്ലിമാകാം, ഞാൻ നിസ്കരിക്കാം, ഞാൻ നോമ്പ് നോക്കാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹോദരി സ്വർണ്ണമോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിയുടെ വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി വളരെ ഭംഗിയായി ഹലാലായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഈ സ്വർണ്ണമോതിരം നാളെ ഖബറിലേക്ക് ഏറ്റവും നല്ല അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിക്ക് റബ്ബേ നാളെ സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കണേ അല്ലാ. നരകത്തിലൊരു സെക്കൻഡ് പോലും കിടക്കാതെ, നരകത്തിലൊരു നിമിഷം പോലും കിടക്കാതെ അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മുത്തഖീങ്ങളിൽ ആ സഹോദരി നീ പെടുത്തണേ അല്ലാ. ആ സഹോദരിയുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ സംഭാവന ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, എല്ലാ ആളുകൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് വ്യഭിചാരത്തിന്റെ താല്പര്യവുമായിട്ടൊരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതം തരുമോ? നബി തങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. നബി തങ്ങൾ അടുത്ത് വിളിച്ചു, ഷോൾഡറിൽ കൈവച്ചു. എന്താ വേണ്ടത്? വ്യഭിചരിക്കാൻ സമ്മതം വേണം. വേണം നബിയെ, ഞാൻ എല്ലാം ചെയ്യാം. കള്ളു കുടിക്കൂല, മാമ്പരാഗം കഞ്ചാവ് ഞാൻ അടിക്കൂല, എന്താ പിന്നെ വ്യഭിചരിക്കാൻ മാത്രം എനിക്ക് സമ്മതം തരണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, അതുഹിബ്ബുഹു ലിഉമ്മിക്, നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ നിനക്കിഷ്ടമാണോ? നിന്റെ ഉമ്മയെ നീ വ്യഭിചരിക്കുമോ? നബിയെ, ഉമ്മമാരെ വ്യഭിചരിക്കാറുണ്ടോ? ഉമ്മമാരെ ആരെങ്കിലും വ്യഭിചരിക്കുമോ നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ ഉമ്മയെ വേറെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയെ, ഞാൻ അയാളെ വെറുതെ വിടൂല. എന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ ഞാൻ അയാളെ വെറുതെ വിടൂല. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, എന്റെ പൊന്നു സഹോദരാ, നീ വ്യഭിചരിക്കുന്ന പെണ്ണ് വേറെ ഏതെങ്കിലും ഒരാളുടെ ഉമ്മയായി കൂടെ? അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? നീ വ്യഭിചരിക്കുന്ന പെണ്ണ് വേറെ ഒരാളുടെ ഉമ്മയായിക്കൂടെ? നിനക്ക് നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമല്ല. അതുപോലെ നീ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ ആ പെണ്ണ് ഒരാളുടെ ഉമ്മയായിരിക്കൂല, അയാൾക്കും ഇതുപോലെ തന്നെ ആവൂലേ? ശരിയാണല്ലോ നബിയെ. പിന്നെയാണ് ആ സഹോദരനോട് ചോദിച്ചത്, അഫതുഹിബ്ബുഹു ലിഇബ്നതിക, നിന്റെ മകളെ വ്യഭിചരിക്കാൻ നിനക്കിഷ്ടമാണോ? ഇല്ല നബിയെ. എന്നാൽ നിന്റെ മകളെ വേറെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ? ഇല്ല നബിയെ, അയാളുടെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് വേറെ ഏതെങ്കിലും ഒരു ഉപ്പയുടെ മകളായിക്കൂടെ? ആ ഉപ്പാക്കത് സഹിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം നിന്റെ സഹോദരിയെ, അടുത്ത ചോദ്യം നിന്റെ അമ്മായിയെ, അടുത്ത ചോദ്യം നിന്റെ അളാമയെ, ഇവരെയൊക്കെ വ്യഭിചരിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല നബിയേ, ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വ്യഭിചരിക്കലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും വെറുപ്പ്
വ്യഭിചാരമാണ്. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത് വ്യഭിചാരവും പരസ്ത്രീ ബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോഴേക്കും എന്റെ വ്യഭിചാരത്തിന്റെ താല്പര്യങ്ങളെല്ലാം അതമിച്ച് വ്യഭിചാരത്തോട് താല്പര്യമില്ലാത്ത ഒരാളായി ഞാൻ മാറിയിട്ടുണ്ട് നബിയെ എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മഗ്ഫിർ ദംബ, അല്ലാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, വതഖിർ ഖൽബ, അയാളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ അല്ലാ, വഹസ്സിൻ ഫർജഹു, അല്ലാഹുവേ അയാളുടെ ഗുഹ്യസ്ഥാനം നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഞാനിവിടെ ഈ വിഷയം പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഒരു സഹോദരൻ ഒരു 10,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ സഹോദരിയുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആ സഹോദരിക്ക് എന്താണോ ഉദ്ദേശമുള്ളത് അത് ഭംഗിയായി പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ. ആ സഹോദരിക്ക് സ്വർഗീയ ലോകത്ത് മനോഹരമായൊരു ഭവനം ഇതിന് പകരം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ മരിച്ചുപോയാൽ ആരൊക്കെയാണോ ഇവിടെ സംഭാവന ചെയ്തത് അവർക്കൊക്കെ ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന, ഓതുന്ന, ഇത്തികാഫിരിക്കുന്ന, വഅദ് പറയുന്ന എല്ലാ പ്രതിഫലവും ഖിയാമത്ത് നാൾ വരെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. എനിക്കെല്ലാം തന്നത് അല്ലാഹുവാണ്, നമ്മൾ അംഗീകരിച്ചു അല്ലേ? മൊബൈലും വണ്ടിയും സമ്പത്തും മുതലും മക്കളും ഭാര്യയും എല്ലാം തന്നത് റബ്ബാണ്, നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അല്ലാഹു തന്നതിൽ അല്ലാഹു തന്നെ തീരുമാനം പറയാണ്. നമ്മൾക്ക് മക്കൾക്ക് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറയൂലേ, മോനെ സിസ്റ്റർ വാങ്ങല്ല, പറയൂ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പരകൊന്നും വാങ്ങല്ല, മതൊന്നും വാങ്ങല്ല, ബസ്സിനുള്ള ടിക്കറ്റാണ്, പിന്നെ 2 രൂപ, ഒരു 5 രൂപ ബാക്കിയുണ്ട്, അതൊരു ഐസ് കൂടി വാങ്ങിക്കോ നമ്മൾ പറയും. അത് നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ കണക്കാണ്, നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ കണക്കാണ്. അതുപോലെ അല്ലാഹു നമ്മൾക്ക് നൽകിയ മുതലേ അല്ലാഹു നമ്മോട് പറയാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, എന്റെ മുതൽ ഉപയോഗിച്ച് ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കല്ല. എങ്ങനെയാണ് ഫസാദ് ഉണ്ടാകുന്നത്? വാട്സപ്പിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്താൽ ഫസാദാണത്. വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പെങ്ങന്മാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ച ചോദ്യമാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഉമ്മമാരോട് വേറെ ആരെങ്കിലും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമുള്ള ആളൊന്നും കൈപ്പൊക്കിയ, ഉമ്മമാരോട് വേറൊരാൾ ചാറ്റ് ചെയ്യുന്ന എനിക്ക് കുഴപ്പമില്ല അഭിപ്രായമുള്ള ആൾ കൈപ്പൊക്കിയ, ആരുമില്ലത് പൊക്കൂല്ല. എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മധുര 17കാരിയായ പെൺമക്കളോട് വേറെ ഏതെങ്കിലും മന്യ പുരുഷന്മാര് ചാറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണോ? കൈപ്പൊക്കട്ടെ. കുഴപ്പമില്ലാത്ത ആളുകൾ കൈപ്പൊക്കട്ടെ. ഇല്ല. നിങ്ങളുടെ സഹോദരന്മാരോട്, നിങ്ങളുടെ പെങ്ങന്മാരോട് എത്രയെത്ര പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വായ നോക്കികളായ ആളുകൾ വൈകുന്നേരം വണ്ടിയും എടുത്തിട്ട് പോയിട്ട് സുന്ദരിയായ പെണ്ണ് കിടന്നു പോകുമ്പോ ആ പെണ്ണിനോട് കമന്റ് അടിച്ചതിന്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ. എന്റെ പെങ്ങളോട് നീ ആരാ സംസാരിക്കാൻ? എന്റെ പെങ്ങളോട് സംസാരിച്ചത് എന്തിന്? എന്റെ പെങ്ങളെ എന്തിനാണ് പ്രണയിക്കുന്നത്? എന്റെ പെങ്ങളെ പിന്നാലെ പോവല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മുടെ നാടുകളിൽ അടിപിടി നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെങ്ങളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്, നമ്മുടെ ഉമ്മമാരെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്, നമ്മുടെ മക്കളെ തൊടുമ്പോൾ നമ്മൾക്ക് നോവിക്കാറുണ്ട്. ഇനി ആലോചിക്കുക എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടിയുണ്ടല്ലോ, ആരുടെയെങ്കിലും ഉമ്മയായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? ആരെയെങ്കിലും മകളായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? ആരുടെയെങ്കിലും പെങ്ങളായിക്കൂടെ? അവർക്കുണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും? എത്ര കല്യാണം കഴിഞ്ഞവരോടാണ് ചാറ്റ് ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞവർ വേറെ, കല്യാണം കഴിയാത്തവർ വേറെ. നമ്മുടെ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയാൽ കോഡ് ഭാഷകളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള 1 2 അല്ല 5 10 കാമുകിമാരുടെ നമ്പറുകളുണ്ട്. ആ നമ്പറുകളിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സ് ആയവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, കല്യാണം കഴിയാത്തവരുണ്ട്. എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഫസാദ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് വെറുതെ കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? എന്തിനാണ് ഒരു മാതാവിന്റെ കണ്ണുനീര് കുടിക്കുന്നത്?
ചെയ്തത്. വേണ്ട ചെറുപ്പക്കാരാ, എന്റെ സഹോദരി, വേണ്ട. ഹറാമിൽ നിന്ന് വളർന്ന എല്ലാം നരകത്തിലേക്കാണ്. ഹറാമ് കൊണ്ട് വളർന്ന പ്രണയമാണെങ്കിൽ പ്രണയ വിവാഹങ്ങൾ എന്തേ സക്സസ് ആവാത്തത്? എന്റെ പ്രണയ വിവാഹങ്ങൾ വളരെ മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? നമ്മുടെ കേരളക്കരയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കൗൺസിലർ വെല്ലുവിളിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രണയ വിവാഹം പ്രശ്നങ്ങളില്ലാതെ അല്ലലില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രണയ വിവാഹത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു കൗൺസിലർ വെല്ലുവിളിക്കുമ്പോ എന്റെ പ്രിയമുള്ള ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എല്ലാം തുടക്കത്തിൽ ഒരു സുഖമാണ്. പക്ഷേ അതിന്റെ അണ്ടിയോടടുക്കുമ്പോ പുളി അറിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ? അങ്ങനല്ലേ? ആ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാ രസമാണ്. കല്യാണം കഴിഞ്ഞിട്ട് കൂടെ ജീവിക്കുമ്പോഴാ പഴച്ചോൻ ഇത് വേണ്ടായിരുന്നു, ഉപ്പ് നല്ല ഒന്ന് നോക്കി തന്നിരുന്നു, തന്നെ മതിയായിരുന്നു എന്ന് പറയും, ആണും പറയും. അതുകൊണ്ട് വേണ്ട, പ്രണയ വിവാഹങ്ങൾ ഒരിക്കലും സക്സസ് ആവൂല. കാരണം അത് തുടങ്ങുന്നത് ഹറാമിൽ നിന്നാണ്. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്നാണ്. നല്ല തുടക്കം അത് പകുതി വിജയിച്ചു എന്നാണ്. ഇത് നല്ല തുടക്കമല്ലല്ലോ, ഇത് ഹറാമായ തുടക്കമല്ലേ, പിന്നെ ഇങ്ങനെ പകുതി വിജയിക്കുക? തുടക്കം വിജയിക്കൂല. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ. നല്ല തുടക്കമാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഹറാമായ ബന്ധങ്ങളില്ലാതെ, ഹറാമായ ചാറ്റിംഗ് ഇല്ലാതെ, സെക്സ്റ്റിംഗ് ഇല്ലാതെ, നോട്ടമില്ലാതെ, കേൾവിയില്ലാതെ, നമ്മുടെ വിരൽ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലാതെ ഉമ്മയും ഉപ്പയും പ്രപ്പോസ് ചെയ്തു തരുന്ന നല്ലൊരു ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിലാണ് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി നടക്കല്ല, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, 5 അപകടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ്. ഇത് കേൾക്കണേ, ഞാൻ നിർത്താണ്, ഇനി നിങ്ങൾ പോവല്ലേ. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പോകാനൊക്കെ സമ്മതം തന്നു, ഇനി നിർത്താൻ പോവാൻ ഒരു കാലായി. സമയം ഒരുപാട് വൈകി. നമ്മുടെ കാസർഗോഡുള്ള ഒരു പ്രശ്നമാണിത്. 10 മണിയാവാതെ വേല തുടങ്ങൂല. എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. 10 മണിയാണ് വേല തുടങ്ങണമെങ്കിൽ. പിന്നെ മഞ്ഞിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് കേൾക്കണമെന്നുണ്ടാകും, പക്ഷെ വൈകി 12 മണി, നാളെ ജോലിക്ക് പോകണ്ടേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇത് മാറുമെന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട് മാറുമെന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും 9-9:30 ഒരു സ്ഥലത്തും വേല തുടങ്ങാറില്ല, ആൾക്കാർ വരാറില്ല. 8 മണിക്ക് തുടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ണൂരൊക്കെ ജില്ലയിൽ പോയി 8 മണിക്ക് വേല തുടങ്ങും, 10 മണിയാകുമ്പോൾ വേല കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ തുടങ്ങുമ്പോൾ അവിടെ വേല കഴിഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാന്ദർഭികമായി ഞാൻ ഉണർത്താണ്, ഈ വരുന്ന 10ഉം 11-നും ഉബ്രങ്ങളത്തിൽ വലിയൊരു വമ്പിച്ച് പരിപാടി നടക്കുകയാണ്. നിങ്ങളൊക്കെ ക്ഷണിക്കാൻ. 10-ാം തീയതി നമ്മുടെ സുബൈർ മാസ്റ്റർ തോട്ടിക്കലിൻ്റെ കഥാപ്രസംഗമാണ്. 11-ാം തീയതി നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ മുസ്തഫ ഹുദവി ആക്കോട്, മുപ്പര് കാസർഗോഡ് ജില്ലയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണം ഇവിടെ തുടങ്ങുന്നത് 10 മണിക്ക് എന്നുള്ളതാണ്. മുപ്പര് നിങ്ങൾ കണ്ണൂർ പോയാൽ അറിയാം, ഒരു സെക്കൻഡ് വിശ്രമമില്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കുന്ന ഒരു മനുഷ്യനാണ്. വല്ലാത്തൊരു മനുഷ്യൻ. വിനയത്തിൻ്റെയും തഖ്വയുടെ ഒക്കെ ഒരു വല്ലാത്തൊരു പ്രതീകമാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല, നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ അവിടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. ഉബ്രങ്കളയിൽ 10-ാം തീയതി സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ, 11-ാം തീയതി നമ്മുടെ മുസ്തഫ ഹുദവി ആക്കോട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിജയിപ്പിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 കാര്യങ്ങളുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് അപകടങ്ങളുടെ പൂമാലയാണ്. നോട്ട് പ്രതിസന്ധി മോഴി ഉണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയാണ്. അതാണ് ഈ ഹദീസ് പറയുന്നത്. നോട്ട് പ്രതിസന്ധി ഉണ്ടല്ലോ, സത്യത്തിൽ നോട്ട് പ്രതിസന്ധി കള്ളനോട്ട് പിടിക്കാനും കള്ളപ്പക്കാരെ പിടിക്കാനുമാണ്. 97% നോട്ടും തിരിച്ചെത്തിയെന്നാണ്. പിന്നാകെ 3% ഈ കള്ളനോട്ടൊക്കെ ഉള്ളത്. നാട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അല്ലാഹു തരികയാണ് നമ്മൾക്ക്, നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. മോദിക്കൊന്നും ഇതിലൊരു റോളും ഇല്ല, ഒരു റോളും മോദിക്കില്ല. പടച്ചോന്റെ തീരുമാനമാണ്. അധികാരം നൽകുന്നത് അല്ലാഹുവാണ്. അധികാരം ഒരാളുടെ കൈകളിൽ നിന്ന് ഊരുന്നതും റബ്ബാൻ. അധികാരം നൽകുന്നത് അല്ലാഹു, ഊരുന്നത് അല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ മഅ്ശറൽ മുജാഹിരീൻ, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളുടെ കൂട്ടമേ, ഖംസു ഖിസാലിൻ ഇദാ ബതുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, നിങ്ങളിലുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 5 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, നിങ്ങളിലുണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്.
ഒന്നാമത്തേത് ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനു ബിഹാ. പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, അതാണ് പരസ്യമായി തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ആണും പെണ്ണും പരസ്യമായിരുന്നിട്ട് സെൽഫി എടുക്കാൻ തുടങ്ങിയാൽ തന്നെ. കല്യാണ വേളകളിൽ, കല്യാണ മണ്ഡപങ്ങളിൽ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ഇങ്ങനൊരു സിസ്റ്റർ ഉണ്ട്, മുത്താപ്പാന്റെ മകള് അല്ലേ. നമ്മളൊക്കെ എന്ത് ലാഘവത്തോടെ അതൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളാണ്. നമ്മളതൊന്നും യാതൊരു മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ബൈക്കിലിരുത്തി കൊണ്ടുപോവാരെ മുത്താപ്പാന്റെ മകളെ, ഹറാമാണ്. കൈപിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക ഹറാമാണ്. സലാം പറയലും ഒരു ഹറാമാണ്. നമ്മളിത് ശ്രദ്ധിക്കാറില്ല. എല്ലാം നമ്മളൊക്കെ അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കോളേജിന്റെ ക്യാമ്പസുകളിൽ ഒരു ന്യൂ ഇയർ വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോഴേക്കും കൂടെ ഇരുന്നിട്ടൊരു സെൽഫി. ആരൊക്കെ ഇത്? മഹ്റമോ? ഇത് കസിൻ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒന്നല്ല, കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ കൂടെ ഷോൾഡറിൽ കൈവച്ചിട്ട് ഒരു സെൽഫി, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹു വെറുതെ വിടില്ല. എന്റെ പൊന്നു സഹോദരിമാരെ, ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ തൊടലും ഹറാമല്ലേ, സ്പർശിക്കലും ഹറാമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും അന്യ സ്ത്രീയുടെയോ അന്യ പുരുഷന്മാരുടെയോ ഷോൾഡറുമായി ടച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത്, ബന്ധപ്പെടുന്നതിനേക്കാളും നല്ലത്. ബസ്സിലൊക്കെ പോകുമ്പോ ഫ്രണ്ട് ഭാഗത്ത് കയറുന്ന ആളുകളുണ്ടാവും. ഇനിയിപ്പോ ആരും ബസ്സിൽ കയറില്ലല്ലേ. ബസ്സിൽ കയറൽ കുറവാണ്. അതുകൊണ്ട് വലിയൊരു ശല്യമായിട്ടുണ്ടാവും. എല്ലാവരുടെ കയ്യിലും വണ്ടിയുണ്ട്, എല്ലാവരുടെ കയ്യിലും ബൈക്കുണ്ട്. അല്ലാതെ വല്ലാത്ത തിരക്കുള്ള സമയങ്ങളിൽ സ്ത്രീകളുമായിട്ട് തട്ടിമുട്ടി നിൽക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മൻ വദഅ യദഹു അല ഇംറഅ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുപ്പക്കാരികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരികളും കേൾക്കേണ്ട ഒരു വിഷയമാണ്. മൻ വദഅ യദഹു അല ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു. ഒരാൾക്ക് അനുവദനീയമല്ലാത്ത ഹറാമായ പെണ്ണിനൊരാൾ കൈ കൊടുത്താൽ, ജാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈകൾ കഴുത്തിലേക്ക് ബന്ധിച്ച് ആമം ചെയ്തിട്ടാണ് വരിക. കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കൈയും പിടിച്ച് വരുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് മറ്റേ കേസാണല്ലോ, ഇത് പെണ്ണുമായി ബന്ധപ്പെട്ട കേസാണല്ലോ. ഇങ്ങനെ പിടിച്ചിട്ട് വരാൻ മഹ്ശറിലേക്ക്. മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചേക്ക്, അല്ലാഹു പുറത്തു തരട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്ന കാലത്തേക്ക് ഇതൊക്കെ പറയണത്. അല്ലാഹു പുറത്തു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നമ്മൾ സ്പർശിച്ചാൽ, ജാഅ യൗമൽ ഖിയാമ മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി, കയ്യാമം വെച്ചിട്ട് അല്ലാഹു കൊണ്ടുവരും. ഫഇൻ ഖബ്ബലഹാ, ഇരുളിന്റെ മറവിൽ, മതിലിന്റെയോ ചുമരിന്റെയോ കുറ്റിക്കാടിന്റെയോ മറവിൽ സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടോ ചുംബനം നടന്നാൽ, സ്നേഹത്തിന്റെ ചുംബനങ്ങൾ 2016 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ കാപ്പാട് ബീച്ചിലും കോഴിക്കോട് ബീച്ചിലും മറീന ബീച്ചിലൊക്കെ വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കപ്പെടുകയുണ്ടായി ചുംബന സമരങ്ങൾ. അത് സമരമാണ്. നമ്മളറിയാത്ത പേഴ്സണലായിട്ട് സ്കൂളിലോ നാട്ടിലോ എവിടെയെങ്കിലും സ്റ്റാഫിനെയോ ജോലി നടക്കുന്ന സ്ഥലത്തോ ചുംബനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ രഹസ്യമായിട്ടായിരിക്കും, നാളെ നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മറ്റേ കേസാണ്, ഇത് പെണ്ണിനെ ചുംബിച്ച ആളാണ്, ഇൻസൾട്ടാകും കോടാനക്കൂടി ആളുകളുടെ മുമ്പിൽ. അതുകൊണ്ട് തൗബ ചെയ്ത് മാപ്പ് ചോദിച്ചേക്ക്, അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇൻ ഖബ്ബലഹാ ഖുരിദത് ശഫതാഹു ഫിന്നാർ. അന്യ സ്ത്രീകളെ ഒരാൾ ചുംബിച്ചാൽ അവന്റെ ചുണ്ടിനെ അല്ലാഹു നരകത്താലുള്ള കത്രികകൾ കൊണ്ട് മുറിച്ചു മാറ്റും. ചുണ്ടുണ്ടാവൂല, രണ്ട് ചുണ്ടും മുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് തമാശയാക്കും. ഇതായിരുന്നു എനിക്ക് പണി, കുഴപ്പമില്ല, നല്ല വെള്ളക്കുപ്പായം വെള്ളത്തുണിയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ പോലെ കഥകളൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. എന്തോ ഒരു പകൽമാനായിരുന്നു, ഇതായിരുന്നു അല്ലേ നിന്റെ പ്രവൃത്തി. ആളുകൾ പിടികൂടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സ്കൂളിൽ നടക്കുന്ന ഈ സെൽഫികളൊക്കെ പരസ്യമായി അല്ലാഹുവിനെ വെല്ലുവിളിക്കലാണ്. കല്യാണ മണ്ഡപങ്ങളിൽ നടക്കുന്ന ഫേസ്ബുക്കിൽ ഫോട്ടോ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുക. കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഫോട്ടോ എടുത്തു, ചിലപ്പോൾ കുടുംബക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പക്ഷേ മഹറമല്ലാത്ത കുടുംബക്കാരെടുത്തുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ഫോണിൽ തന്നെയാണ്, നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ കുടുംബക്കാർ തന്നെ, നമ്മുടെ മുത്താപ്പാൻ്റെ മക്കൾ, അളമാൻ്റെ മക്കൾ, അളപ്പാൻ്റെ മക്കളൊക്കെ നാട്ടിലുണ്ടാകും. കല്യാണം നടക്കുമ്പോൾ ഒരു പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു, അവരിങ്ങനെ സദസ് നിൽക്കുന്നുണ്ട്, അത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹറാം ഹറാം തന്നെയാണ്, അഡ്ജസ്റ്റിന് പറഞ്ഞാൽ ഹറാമല്ല എന്നല്ല പറഞ്ഞത്, അത് നമ്മൾ ഒഴിവാക്കാം. അത് നമ്മൾ ബന്ധപ്പെട്ട മുത്താപ്പാൻ്റെ അളപ്പാൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന വിഷയം അതല്ല. സ്കൂളിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഒരു പെണ്ണ് ഫേസ്ബുക്കിലിട്ടാൽ ഇത് ആരുള്ള വെല്ലുവിളിയാണ്? അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്, ഇത് കുടുംബക്കാരെ വെല്ലുവിളിക്കലാണ്, ദീനിനെ വെല്ലുവിളിക്കലാണ്. ഇതിന് മറുപടി പറയാൻ പെണ്ണിന് പറ്റുമോ? എത്ര പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പ്രൊഫൈൽ പിക്ചർ വെക്കുക? എത്ര പെണ്ണുങ്ങളുണ്ട് അങ്ങനെ? ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത് വരാതിരിക്കട്ടെ, ഇത് വരാതിരിക്കട്ടെ. ഇത് വന്നാൽ അപകടമാണ്. എന്താണ് ഒന്നാമത്തേത്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമൂഹത്തിൽ വിചാരവും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമും പരസ്യമായാൽ ഇത് തന്നെ പരസ്യമായി. കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ടൂർ പോവുക, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കാറിൽ സഞ്ചരിക്കുക ഒരു മഹറമില്ലാതെ, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവുക ഒരു മഹറമില്ലാതെ, അന്യപുരുഷന്മാരുടെ കൂടെ പരസ്യമായി യാത്ര ചെയ്യൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. നമ്മൾക്കറിയാലോ അല്ലാഹു തആല പറഞ്ഞതെന്താ? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ. ആരോടൊക്കെ? ലിഅസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട്, വബനാതിക, നിങ്ങളുടെ മക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, സ്ത്രീകളായ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടടം താഴ്ത്തിയിടട്ടെ. മുഖം കാണിച്ച്, കൈകൾ കാണിച്ച്, ശരീരത്തിന്റെ അംഗലാവണ്യം കാണിച്ച്, ഇറുകിയ വസ്ത്രം ധരിച്ച് ദയവ് ചെയ്ത് പുറത്തിറങ്ങല്ലേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം മുഖം കാണാതെ, ആളുകൾ കാണാതെ രീതിയിൽ മറച്ചു നടക്കട്ടെ. ദാലിക അദ്നാ അയ്യുറഫ്ന, അതാണ് നിങ്ങൾക്ക് നല്ലത്. പെൺകുട്ടികളെ, ഏത് ഫെമിനിസ്റ്റുകളോ സ്ത്രീവാദികളോ തോന്നിവാസങ്ങളും വാറോലകളും നമ്മുടെ നാടുകളിൽ വിളിച്ചു പറയുമ്പോ അത് നിങ്ങൾ സംസ്കരിക്കാനുള്ളതല്ല. എന്തേ 2017 കടന്നു വരുമ്പോ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളില്, ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളില് രാത്രികാലങ്ങളിൽ പീഡനങ്ങളുടെ കഥകൾ നടന്നത്, പീഡനങ്ങളുടെ പരമ്പരകൾ നടന്നത് വെറുതെയാണോ? നടന്നിട്ടില്ലേ? 2017 ഹാപ്പി ന്യൂ ഇയറായി, ഒരു പുതുവത്സരമായി ആഘോഷിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു 10% പെണ്ണുങ്ങളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്തേത് നടന്നത്? അവരുടെ വേഷവിധാനങ്ങളല്ലേ, അവരുടെ വേഷവിധാനങ്ങളല്ലേ ഇങ്ങനെ നടക്കാനുള്ള കാരണം? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രം ഇറുകിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ആൻഡ് ടീഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്കണ്ട. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്ന് തോന്നും. അങ്ങനെയാണ്. സ്കിൻ ഫിറ്റ് ജീൻസ് ഒക്കെ ഇട്ട് നടക്കുക, ശരീരത്തിന്റെ ഭംഗിയുള്ള അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കുക. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്തേ, ഒന്ന് മിണ്ടിയാലെന്തേ? ഇവിടെ കാണുമ്പോൾ തന്നെ തോന്നി ആ പെണ്ണ് ശരിയല്ല. ഇതിന്റെ പിന്നിൽ കൂടി നമുക്ക് എന്താ പറ്റും? വളക്കാൻ പറ്റും. ആ ഡ്രസ്സ് കാണുമ്പോൾ ചെറുപ്പക്കാർക്ക് മനസ്സിലാകും ഈ പെണ്ണിനെ വളക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് പർദ്ദയൊക്കെ ഇട്ട്, നല്ല കണ്ണൊക്കെ ഇട്ട്, നല്ല കയ്യുറക്കെ ഇട്ട്, അച്ചടക്കത്തിൽ താഴോട്ട് നോക്കി നടക്കുന്ന ഒരു പെണ്ണിന്റെ ബാക്കിൽ ഒരു ചെറുപ്പക്കാരന് പോകില്ല. കാരണം ഇതിന് പെട്ടെന്ന് വളക്കാൻ പറ്റൂല, വെറുതെ എന്ത് സമയം കളയുന്നത്? അങ്ങനെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറയാണ്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ മൂടുപടങ്ങളെ താഴ്ത്തിടണേ. എന്തിനാണത്? ദാലിക അദ്നാ അയ്യുറഫ്ന, നിങ്ങളുമായിട്ടുള്ള പീഡനങ്ങളുടെ കഥകൾ, പീഡനങ്ങളുടെ പരമ്പരകൾ നമ്മുടെ പത്രങ്ങളിൽ ഇങ്ങനെ കേൾക്കാനുള്ള കാരണം അവരുടെ വേഷവിധാനങ്ങളാണ് എന്ന് ആരെതിർത്താലും നമ്മൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റും. പർദ്ദ ധരിച്ച പെണ്ണുങ്ങളെ എവിടെയെങ്കിലും പീഡനങ്ങൾ നടന്ന കഥകൾ കൊണ്ടുവരാൻ പറ്റുമോ? പർദ്ദ ധരിച്ച അച്ചടക്കത്തോട് പോകുന്ന പെണ്ണിന് ഒരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല, ഒരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല. ഫലാ യുദൈൻ, അവർ പീഡിപ്പിക്കപ്പെടൂല്ല.
അല്ലാഹു പറയാൻ പീഡിപ്പിക്കപ്പെടൂല്ല. നിങ്ങൾ വേഷവിധാനം സൂക്ഷിച്ചാൽ നിങ്ങളെ ഒരാളും ആക്രമിക്കാൻ കടന്നു വരൂല. വകാനല്ലാഹു ഗഫൂറർ റഹീമാ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ ഈമാൻ എന്ന് പറയുന്നത് വേഷവിധാനത്തിലും കൽബിലുമാണ്. ഒരു പെണ്ണിന്റെ ഈമാൻ വേഷവിധാനത്തിലും കൽബിലുമാണ്. എന്നാൽ ഒരു ആണിന്റെ ഈമാൻ കൽബിൽ മാത്രമാണ്, വേഷവിധാനത്തിലില്ല. ആണുങ്ങളൊരു ട്രൗസർ ഇട്ട് ടീഷർട്ട് ഇട്ട് നടന്നാ കുഴപ്പമില്ല, അഥവാ ഔറത്ത് മറക്കണേ. പക്ഷേ ഒരു പെണ്ണ് അവരുടെ വസ്ത്രത്തിലും അവരുടെ ഈമാൻ കാണിക്കണം. അവരുടെ വസ്ത്രം കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നണം ഇതൊരു സച്ചരിതയായ പെണ്ണാണ്, ഈ പെണ്ണിനെ വളക്കാൻ എത്ര പെട്ടെന്ന് കഴിയൂല. പിന്നെയല്ലേ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഫോട്ടോകൾ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഇത് കാണുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഏടുകൾ, ഹറാമുകളുടെ ഓഹരികൾ നിങ്ങളുടെ ഏടിലേക്കാണ് കടന്നു വരുന്നത്. ഹറാം കാണാൻ പാടില്ലല്ലോ, ഹറാം തൊടാൻ പാടില്ല, ഹറാമിനോട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ തന്നെ മുഖം മറക്കാതെയുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിലേക്കൊന്ന് അപ്ലോഡ് ചെയ്താൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ആളുകളുമുള്ള ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ ഫോട്ടോകൾ വൈറലായി ഓടിക്കഴിഞ്ഞാൽ ആരാണോ അത് അപ്ലോഡ് ചെയ്തത് അവനാണ് പ്രധാനമായിട്ടും ഉത്തരവാദി. ആളുകൾ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഓഹരി എന്റെ പൊന്നു സഹോദരി നിന്റെ ഏടിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നാൽ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ. അവരിലേക്കാണ് മാരകമായ രോഗങ്ങൾ കടന്നു വരുന്നത്. ക്യാൻസർ വെറുതെയല്ല, ക്യാൻസർ വെറുതെയല്ല. കണ്ണിയത്ത് ഉസ്താദ് അക്കാദമിയിൽ ബദിയടുക്കയിൽ നേർച്ച നടക്കുമ്പോഴാണ് നമ്മുടെ മഹാനായ നജ്മുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഒരു രോഗത്തിന്റെ കഥ പറഞ്ഞത് കേട്ട് കണ്ണു തള്ളിപ്പോയി. കാഷ്ടിക്കേണ്ടത് പിൻഭാഗത്തിലൂടെയാണെങ്കിൽ ആ കാഷ്ടം വായയിലൂടെ പുറത്തു വരുന്ന ഒരു രോഗം. എന്താണ് ആ രോഗത്തിന് പേര് പറയാ? ആരാണ് ആ രോഗത്തിന് ചികിത്സ നൽകുക? സ്വന്തം ഭാര്യമാര് പോലും മീറ്ററുകൾക്കപ്പുറത്താണ് അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. സ്വന്തം മക്കള് പോലും സംസാരിക്കുന്നത് മീറ്ററുകൾ അപ്പുറത്ത് നിന്നാണ്. പിൻഭാഗത്തുകൂടെ കാഷ്ടിക്കേണ്ട വിസർജ്യം പുറത്തു പോകേണ്ടതിന് പകരം തന്റെ വായയിലൂടെ കാഷ്ടവും മൂത്രവും പുറത്തു വന്നാൽ എന്ത് പേരിട്ടിട്ടാണ് ആ രോഗത്തിന് നമ്മൾ വിളിക്കുക? എന്ത് പേരിട്ടിട്ട് വിളിക്കാൻ പറ്റും? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ. അവരിലേക്ക് ത്വാഊൻ എന്ന രോഗം കടന്നു വരും, അവരിലേക്ക് പ്ലാഗ് എന്ന രോഗം കടന്നു വരും, അവരിലേക്ക് ക്യാൻസർ എന്ന രോഗം കടന്നു വരും. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് 2050 കഴിഞ്ഞാൽ ശരാശരി ഒരാളുടെ ആയുസ് 30ന്റെയും 40ന്റെയും ഇടയിലായിരിക്കുമെന്ന്. 2017 2050 ആയാൽ നമ്മുടെ ആയുസ്, അന്ന് ജീവിക്കുന്ന ശരാശരി ആളുകളുടെ ആയുസ് എത്രയുടെ ഇടയിലാണ്? 30ന്റെ 40ന്റെ ഇടയിൽ. ഭൂരിഭാഗം ആളുകളും 30ന്റെയും 40ന്റെയും ഇടയിൽ മരിച്ചു പോകും. ഇത് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ നടക്കൂല, ഹത്താ യൽഹറ മൗതുൽ ഫജഅ, പെട്ടെന്ന് മരിച്ചു പോവാ. നമ്മളെയൊക്കെ വേദനിപ്പിച്ച 2 മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുപോയി. പിഞ്ചു പൈതങ്ങളായ 2 മക്കൾ മരിച്ചുപോയി. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ആ കുടുംബം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ 2 മക്കൾ മരിച്ചു പോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു തആല മലക്കുകളെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ടല്ലോ. ആ മലക്കുകൾ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്ന വാക്കുണ്ട്, അസ്രായീലിനോട് പറയുന്ന വാക്കുണ്ട്, അഖബൽതും സമറത ഫുആദി, എന്നാൽ ഇന്ന സഹോദരന്റെ കരളിന്റെ കഷ്ണമായ പിഞ്ചു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചുവല്ലേ. അല്ലേ, നമ്മുടെ കരളിന്റെ കഷ്ണാര നമ്മുടെ മക്കളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും മക്കളെ വിട്ടിട്ട് വേറെ കാര്യം ഉണ്ടാവില്ല. മക്കളെ വലുത്. എന്തിനാ ഗൾഫിൽ പോണ്? മക്കൾക്ക് വേണ്ടി. 2, 3, 4 വർഷവും നാട്ടിലേക്ക് കടന്നു വരാതെ ശക്തമായ തീച്ചൂടുള്ള തീക്കാറ്റുള്ള ഖത്തറിന്റെയും ദുബായിയുടെയും ഒമാനിന്റെയും ആ മണലാരുണ്ഡങ്ങളിൽ ചോര നീരാക്കി വിയർപ്പ് നീരാക്കി അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഈ കണ്ണിലെണ്ണയൊഴിച്ച്
മക്കളെ നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പേടിച്ച് കണ്ണിലെ കരടായി, കണ്ണിലെ കൃഷ്ണമണിയോളം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു കൊണ്ടുപോയാൽ അത് വിഷമിക്കേണ്ട വിഷയമല്ല. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു സ്ഥാനം നൽകാനുള്ള ഓഫറാണത്. എന്നാൽ ഇന്ന് സഹോദരന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചില്ലേ? ഉണ്ട് നബിയെ, ഉണ്ട് റബ്ബേ. അവരെന്ത് ചെയ്തു? അല്ലാഹുവേ ഫഹമിദല്ലാഹ വസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, അവർ പറഞ്ഞത് ഞങ്ങൾ തന്നെ അല്ലാഹുവിലേക്ക് പോവേണ്ടവരാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് റബ്ബേ. ക്ഷമിക്കാനുള്ള കഴിവ് ഉമ്മാർക്കുണ്ടായി എന്ന് വരില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിം എന്ന് പറയുന്ന കൊച്ചുമോൻ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ കരയുകയാണോ? തങ്ങൾ പറഞ്ഞു, കുറച്ചെങ്കിലും കാരുണ്യ ഉള്ള ആളുകൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അത് സഹിക്കാൻ ഉമ്മയ്ക്കും പറ്റൂല. എന്നാൽ അതിന്റെ പേരിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ വിഷമം സഹിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. ക്ഷമിക്കുക. അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരത് പറഞ്ഞു റബ്ബേ, അങ്ങനെ പറഞ്ഞോ, എനിക്ക് വേണ്ടി ക്ഷമിച്ചോ. അതുകൊണ്ട് ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗ്ഗലോകത്തൊരു വീട് പണിയണേ. മലക്കിനോട് പറയുമത്രേ, ചെറുപ്പകാലത്ത് പൊന്നുമക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ, അള്ളാഹു തിരിച്ചു കൊണ്ടുപോയാൽ ഇത് അള്ളാഹുവിന്റെ അമാനത്താണ്, ഇത് അള്ളാഹുവിന്റെ സമ്പാദ്യമാണ്, അള്ളാഹു സൂക്ഷിക്കാൻ തന്ന മുതലാണ്. ചില ആളുകൾ 60 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ അള്ളാഹു ചില ആളുകളെ 10 വയസ്സിന് മുമ്പേ കൊണ്ടുപോകും. ഇത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാ. അങ്ങനെയുള്ള മുതലിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ ഫസമ്മൂഹു ബൈത്തൽ ഹംദി, സ്തുതിയുടെ വീട് എന്ന പേര് വെച്ചിട്ട് മനോഹരമായ വീടുണ്ടാക്കി ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അള്ളാഹു നാളെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പകരം നൽകട്ടെ. അള്ളാഹു സ്വർഗ്ഗലോകത്തൊരു മനോഹരമായ വീട് നൽകട്ടെ. അള്ളാഹു നല്ലൊരു പകരം ദുനിയാവിൽ തന്നെ നൽകുമാറാവട്ടെ. അള്ളാഹു ഒരു സമാധാനം നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാന കാലഘട്ടം വരുമ്പോ യൽഹറു മൗതുൽ ഫജാ, പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ബാദിറൂ ബിൽ അമാലി ഫിതനാ, നബി തങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് നന്മ ചെയ്യണേ, പെട്ടെന്ന് നന്മ ചെയ്യണേ. അതുകൊണ്ടാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞത്. സമയം കൂടുതലില്ല, സമയം ഇനി നമ്മുടെ മുന്നിൽ കൂടുതലില്ല. മഹ്ദി ഇമാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മഹ്ദി ഇമാം അവസാന കാലഘട്ടത്തിൽ വരുന്ന ദൃഷ്ടാന്തമാണെങ്കിൽ മഹ്ദി ഇമാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. മഹ്ദി ഇമാം ജനിക്കുന്നത് ഒരാൾക്കും അറിയില്ല. 40 വയസ്സുവരെ മഹ്ദി ഇമാമിന് വരെ അറിയില്ല ഞാൻ മഹ്ദി ഇമാമാണെന്ന്. ഒരു രാത്രിയിലാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുക, നീയാണ് മഹ്ദി. അപ്പോഴാണ് മഹ്ദി ഇമാമിന് അറിയുക. 40 വയസ്സാകുമ്പോഴാണ് മഹ്ദി ഇമാമിന് അറിയുക ഞാൻ മഹ്ദിയാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ മദീന മുനവ്വറയെ നോക്കിക്കൊണ്ട് ദജ്ജാൽ പറയുമത്രേ, ആ മദീന കൊട്ടാരമുണ്ടല്ലോ അത് മുഹമ്മദിന്റെ കൊട്ടാരമാണെന്ന്. മദീന മുനവ്വറയെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവിയെ നോക്കിക്കൊണ്ട് ദജ്ജാൽ നാളെ പറയുമത്രേ, അത് മുഹമ്മദിന്റെ വെള്ളക്കൊട്ടാരമാണെന്ന്. നബി തങ്ങൾ പറയുമ്പോൾ അവിടെ വെള്ളക്കൊട്ടാരമില്ല. നബി തങ്ങൾ പറയുമ്പോൾ അവിടെ വലിയൊരു ബിൽഡിംഗ് ഇല്ല. നബി തങ്ങൾ പറയുമ്പോൾ അവിടെ ഓലമേഞ്ഞ വീടാണ്, ഈന്തപ്പനയുടെ മട്ടലുകൾ കൊണ്ടും മണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ വീടാണ്. എന്നാൽ 14 വർഷങ്ങൾക്കിപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം അത് വെള്ളക്കൊട്ടാരമായി പരിണമിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മദീന
മുന്നിനെ കാണുമ്പോൾ അതൊരു വെള്ളക്കൊട്ടാരമാണ്. അതിന്റെ ദൃഷ്ടാന്തം എന്താണത് പറഞ്ഞു തരുന്നത്? അന്ത്യനാൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ്, ഖിയാമത്ത് നാൾ അടുത്തു എന്നാണ്. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. എപ്പോഴാണ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നത്? അല്ലാഹുവിൻ ഫിതന, സമാധാനമില്ലാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, സന്തോഷമില്ലാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, അക്രമങ്ങളുടെ നരനായാട്ടുകൾ നടക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് കാലത്ത് ആയുസ് നമ്മൾക്കില്ല, ഒരു കാലത്ത് ആയുസ് ഭൂമിക്കുമില്ല. അതുകൊണ്ട് മാക്സിമം നന്മ ചെയ്യണേ, ഒരുപാട് നന്മ ചെയ്യണേ, ഒരുപാട് സദഖകൾ കൊടുക്കണേ. ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ മഹത്വം തിരിച്ചറിയുക. അതുകൊണ്ട് സിമന്റ് ഏറ്റെടുക്കുന്നവർക്ക് സിമന്റ് ഏറ്റെടുക്കാം, കമ്പി ഏറ്റെടുക്കുന്നവർക്ക് കമ്പി ഏറ്റെടുക്കാം, ഇതിന്റെ മറ്റുള്ള ചെലവുകൾ ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ തിന്മ ഇങ്ങനെ വ്യാപകമായാൽ, എന്ന് വെച്ചാൽ പെണ്ണും ആണും ചാറ്റ് ചെയ്യുന്നത് വളരെ ലാഘവത്തോടെ കണ്ട ഒരു പെണ്ണിനോട് പറയാണ് ഒരു ബോയ് ഫ്രണ്ട് പറ്റൂല. ഒരു ബോയ് ഫ്രണ്ട് പറ്റൂലെന്നോ പെണ്ണ് ചോദിക്കാൻ. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അന്യപുരുഷൻ ബോയ് ഫ്രണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കുക ബോയ് ഫ്രണ്ട് പറ്റൂല, അതിലിപ്പോ എന്താ തെറ്റ്? ആരാ ബോയ് ഫ്രണ്ടിനുള്ള സമ്മതം തന്നത്? ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് അന്ധനായ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നത്. നബിതങ്ങൾ പറഞ്ഞു വേഗം കിച്ചണിൽ പോ, കാണാൻ പാടില്ല. അപ്പോ പെണ്ണുങ്ങൾ ചോദിച്ചു എന്താണ് നബി? അതൊരു കണ്ണ് പൊട്ടനായ സ്വഹാബി, അയാൾക്ക് നമ്മൾ കാണൂലല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കണേ, പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കണേ. ഉസ്താദുമാരെ കാണുമ്പോൾ മാത്രം ഒരു തട്ടോട, എന്താ ഈമാനല്ലേ? ഉസ്താദുമാരെ കണ്ട തട്ടൂട. എന്നാ പിന്നെ വീട്ടില് സ്ഥിരം ജോലിക്കാർ, അവർക്കൊരു കുഴപ്പമില്ല. വീട്ടിൽ എന്താ ഡ്രസ്സ് ഇടുന്നത് ആ ഡ്രസ്സുമായിട്ട് സ്ഥിരം ജോലിക്കാരുടെ അടുത്തേക്ക് അവർ പിന്നെ ആങ്ങളും പങ്ങളും പോലെ അവരോട് സംസാരിക്കും. മീൻ വിൽക്കാൻ വരുന്ന ആൾ സ്ഥിരമായിട്ട്, പത്രം കൊണ്ടുവരുന്ന ആൾ സ്ഥിരമായിട്ട്, വീട്ടിൽ എന്തെങ്കിലും വയറിങ്ങിന്റെയോ പ്ലംബിങ്ങിന്റെയോ ജോലിക്ക് വരുന്ന ആൾ, അവരെ പിന്നെ നമ്മുടെ സ്വന്തം ആങ്ങളമാര്. എവിടെന്നെങ്കിലും ഉസ്താദുമാരെ കാണും വലിയ ഈമാന്. എങ്ങാനും ഒരു വെള്ളക്കുപ്പായം കണ്ടാ പഠിച്ചോനെ ഉള്ള പെങ്ങന്മാരൊക്കെ ഉള്ള കോടി കിച്ചണ്ടെത്തി. ഇതാണോ ഈമാന്ന് പറഞ്ഞാൽ? ഇതാണോ ഈമാൻ? ഉസ്താദുമാരുടെ മുന്നിൽ എങ്ങനെ മറഞ്ഞു നിൽക്കണം, അതുപോലെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ മറഞ്ഞു നിൽക്കണം. അത് വീട്ടിൽ സ്ഥിരം ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിലും കുടുംബങ്ങളിലും നടക്കുന്ന വിഷയമാണ്. വെരി സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതൊക്കെ എടുക്കാൻ. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അതൊരു കണ്ണ് കാണാത്ത ആളല്ലേ, ഞങ്ങൾ അറിയാത്ത ഞങ്ങളെ കാണാത്ത ഒരു അന്ധനല്ലേ നബിയെ? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ അന്ധന്മാരാണോ? അയാൾ അന്ധന് ശരി തന്നെയാണ്, നിങ്ങളെ കാണാൻ പറ്റൂല. നിങ്ങൾ അന്ധയാണോ? അല്ലല്ലോ, നിങ്ങൾക്ക് അവരെ കാണാനും പറ്റൂല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, അതേപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ വിചാരിച്ചത് നമ്മൾ പർദ്ദയും കണ്ണിട്ടാൽ ഈ കണ്ണിൽ എല്ലാവരും സെൻസർ ചെയ്തിട്ട് പോവാൻ, എല്ലാ ആണുങ്ങളെയും സ്കാൻ ചെയ്തിട്ട് പോവാൻ, അങ്ങാടിയിലും ബസ്സിലും നാട്ടിലൊക്കെ ഉള്ള എല്ലാ പിള്ളേരെ നോക്കാൻ അല്ല. ആണുങ്ങൾക്ക് എത്രത്തോളം തടസ്സം. മുൻകാലത്തുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാത്ത പലവിധം രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. 5 കാര്യമുണ്ട്, ഒന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരൊറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാൻ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഓ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ജനങ്ങളെ എന്നല്ല വിളിച്ചത്, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളോടാണ് ഈ പറയുന്നത്. പ്രത്യേകമായി പറയുകയാണ് ചില സന്ദർഭങ്ങളിൽ, യാ അയ്യുഹന്നാസ്,
ജനങ്ങളെ എന്നാ വിളിക്കുക. ഇവിടെ വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്. പ്രത്യേകമായി മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മോട് വിളിച്ചു പറയുന്ന വിഷയമാണ്. ഇൻജാഅകും ഫാസിഖും ബിനബഅ, നിങ്ങളിലേക്ക് വിശ്വസിക്കാൻ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ. അത് കൂർപ്പിച്ച് കേൾക്കണം. ഞാൻ നിർത്തി, ലാസ്റ്റ് 5 മിനിറ്റ് കൂടുതൽ പോവില്ല. ഇത് കേൾക്കണേ. ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, നിങ്ങളിലേക്ക് വിശ്വാസയോഗ്യനല്ലാത്ത ഒരാൾ വാർത്തയുമായി കടന്നു വന്നാൽ, വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ വാർത്തയുമായിട്ട് കടന്നു വന്നാൽ, അതാണ് നബിതങ്ങൾ അള്ളാഹു പറയുന്നത്. ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഫാസിക്കാരാ വാട്സപ്പ് തന്നെ, അല്ലെ? വാട്സപ്പിൽ എന്തൊക്കെ വാർത്ത വരിക, അല്ലെ? ഇവിടെ സലീം കുമാറൊക്കെ എത്ര വട്ടം മരിച്ചിട്ടുണ്ടറിയാം? മാമുക്കോ എത്ര വട്ടം മരിച്ചിട്ടുണ്ടറിയാം? മാമുക്കോ ഏതോ ലൊക്കേഷനിലാണ്, മാമുക്കോയെ മരിച്ചു എന്നുള്ള വാർത്ത വന്നു. മാമുക്കോക്കാരോ ഫോൺ വിളിച്ചു, ഞാൻ ഇപ്പം മരിച്ചിട്ടൊന്നുമില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാമുക്കയെ ഫോൺ ചെയ്തൊരു വാർത്ത ഒക്കെ ഉണ്ടായി.